ശുഭാനന്ദ സ്വാമികൾ നമ്മുടെ ഈ പഠന ക്ലാസ്സിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ ഗുരുജനങ്ങൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ, മാതാപിതാക്കൾ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ചണ്ഡാല ഭിക്ഷുകി 100 വർഷം കടക്കുകയാണ്. ചണ്ഡാല ഭിക്ഷുകിയോടൊപ്പം തന്നെ കുമാരനാശാൻ്റെ ദുരവസ്ഥയും 100 വർഷം കടന്നു പോകുന്ന ഒരു സന്ദർഭത്തിലാണ് നാം നിൽക്കുന്നത്. ആശാനെ സംബന്ധിച്ചിട്ടുള്ള ധാരാളം പ്രഭാഷണങ്ങൾ 2023-ലും 2022-ലുമായി നടത്തിയതിൻ്റെ ഓർമ്മകളുടെ ഒരു വെളിച്ചത്തിൽ കൂടിയാണ് ഞാൻ ഈ സ്മരണയും ഇവിടെ നടത്താം എന്ന് വിചാരിക്കുന്നത്. മറ്റൊരു സന്തോഷം, ഇന്ന് വൈകുന്നേരം കായ്ക്കരയിലുമുണ്ട്. പക്ഷെ അത് ഗുരുവും ടാഗോറും കണ്ടുമുട്ടിയതിൻ്റെ 100 വർഷത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആലോചന അവതരിപ്പിക്കലാണ്. ഗുരുവും ടാഗോറും കണ്ടുമുട്ടുമ്പോഴും അതിനിടയിൽ കുമാരനാശാൻ ഉണ്ടായിരുന്നു. ഒരു പരിഭാഷയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ആശാനാണ് അന്ന് ടാഗോറിനെ സ്വീകരിക്കാനായി ദിവ്യകോകിലം എന്ന കവിത എഴുതിയത്. അത് ആശാന്റെ സമാഹാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയായി നിലനിൽക്കുകയും ചെയ്യുന്നു. അന്നത് സി കേശവൻ അതിമനോഹരമായി ആലപിച്ചതിനെപ്പറ്റി കേരള ചരിത്രത്തിലുണ്ട്. ടാഗോർ വിസ്മയഭരിതനായി തീരുകയും സി കേശവനെയും ടാഗോർ അനുമോദിക്കുകയും കുമാരനാശാനോട് വർത്തമാനം പറയുകയും ഡോക്ടർ പൽപ്പുവിൽ നിന്ന് ഗുരുവിനെപ്പറ്റി ധാരാളം മനസ്സിലാക്കുകയും ചെയ്തതിന് ശേഷം അവർ ശിവഗിരിയിലെത്തിയതിനെപ്പറ്റി 2 ആഴ്ച മുമ്പും സച്ചിദാനന്ദ സ്വാമിയുമായി ഒരു അഭിമുഖം നടത്തുന്നതിനുള്ള അവസരം എനിക്ക് കിട്ടിയിരുന്നു. ആശാനെപ്പറ്റി എന്ത് പറയുമ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന 3 ചിത്രങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രഭാഷണവും എനിക്ക് നടത്താൻ പറ്റൂ. അത് കോലത്തുകരയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിലൊന്ന് ആശാന്റെ മരണത്തെ സംബന്ധിച്ചിട്ടുള്ളതാണ്. പല്ലനയിലെ മരണകുടീരത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ആദ്യമായി ആ അനുഭവം മനസ്സിലാക്കുന്നത്. പല്ലനയിലെ കഠിനമായ ദുഃഖം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ആഴത്തിൻ്റെ മുന്നിലാണ് ആശാൻ കിടക്കുന്നത്. 10-20 കൊല്ലങ്ങൾക്ക് മുൻപുള്ള ഒരു വൈകുന്നേരമാണ്. ഞാൻ നിൽക്കുമ്പോൾ ഒരു വൃദ്ധൻ, ഞാൻ അദ്ദേഹത്തെ ജ്ഞാനവൃദ്ധൻ എന്ന് വിളിക്കും. അദ്ദേഹത്തെ ജ്ഞാനവൃദ്ധൻ എന്ന് വിളിക്കാൻ എന്നെ പഠിപ്പിച്ചത് ONV കുറുപ്പാണ്. അദ്ദേഹം കാളിദാസന്റെ കുമാരസംഭവത്തിൽ നിന്ന് ഒരു ശ്ലോകം ഉദ്ധരിച്ചിട്ട് വൃദ്ധനെ ജ്ഞാനവൃദ്ധൻ എന്ന് പരിചയപ്പെടുത്തി. ആ ജ്ഞാനവൃദ്ധൻ ആശാന്റെ മരണത്തിലേക്ക് തുറിച്ചു നോക്കി നിന്ന് എന്നോട് പറഞ്ഞു, ആശാൻ മുങ്ങിത്താണുപോയത് എങ്ങനെയാണെന്നറിയുമോ? ആശാൻ മരണത്തിലേക്ക് പോയത് എങ്ങനെയാണെന്നറിയുമോ? ആശാനെ മരണത്തിലേക്ക് ആ പെണ്ണ് വലിച്ചുകൊണ്ടുപോയതാണ്. ഇതാദ്യം കേട്ടപ്പോൾ ഞാൻ കരുതിയത് അദ്ദേഹം കാവ്യഭാഷയിൽ എന്നോട് സംസാരിക്കുന്നുവെന്നാണ്. മരണം ഒരു സ്ത്രീയാണെന്നും ആ സ്ത്രീ വന്ന് ഉദഗ്രശോഭയോടുകൂടി ആശാന്റെ കരങ്ങളെ പിടിച്ചു എന്നും ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഒരു ഗർഭിണി ആശാന്റെ കരത്തെ പിടിച്ച് ആഴത്തിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. ഒരു മനുഷ്യനല്ല ആശാനെ കയത്തിലേക്ക് കൊണ്ടുപോയത്, 2 മനുഷ്യരാണെന്നും അതിലൊന്ന് ആശാന്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞ് ആണെന്നും അദ്ദേഹം വിശദീകരിച്ചപ്പോൾ
പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാത്ത വിധം ആ മരണരൂപകം അങ്ങ് പിടിമുറുക്കുകയുണ്ടായി. ആശാന മരണത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയ ആ കരങ്ങളെ വളരെക്കാലം ഞാൻ ഒരു കഥാപാത്രമായി സങ്കല്പിച്ചിരുന്നു. കെ പി അപ്പനും ഡോക്ടർ ഡാനിയൽ സാറും തമ്മിലുള്ള അതിഗഹനമായ ഒരു തർക്കമുണ്ട്. അപ്പൻ സാറ് കൊല്ലത്തിരുന്നുകൊണ്ട് ഡാനിയൽ സാറിന് മറുപടി എഴുതും, ഡാനിയൽ സാർ യൂണിവേഴ്സിറ്റി കോളേജിലിരുന്ന് അപ്പന് മറുപടി എഴുതും. ഇത് അക്കാദമിക് വിമർശനവും സാഹിത്യ വിമർശനവും തമ്മിലുള്ള തർക്കമായിട്ടാണ് പൊതുവിൽ അറിയപ്പെടുന്നത്. കെ പി അപ്പൻ സാഹിത്യ വിമർശനത്തിൻ്റെ ഭാഗത്ത് നിന്ന് പണ്ഡിതന്മാരായിട്ടുള്ള പ്രൊഫസർമാരുടെ വിമർശനത്തെ വെല്ലുവിളിക്കുന്നു. ഡാനിയൽ മാഷ് എഴുതിയത് കുമാരനാശാന്റെ മരണത്തെക്കുറിച്ചിട്ടാണ്. അപ്പൻ പറഞ്ഞത് മരണത്തിലൂടെ ജീവിതത്തെ ആവിഷ്കരിക്കുന്ന കുമാരനാശാന്റെ വൈദഗ്ധ്യത്തെക്കുറിച്ചിട്ടാണ്. ഈ രണ്ട് വിമർശനങ്ങളെ സംബന്ധിച്ചിട്ടും നമുക്ക് വിമർശനങ്ങൾ ഉന്നയിക്കാമെങ്കിലും ഈ രണ്ട് വലിയ അധ്യാപകർ, ഈ രണ്ട് വലിയ നിരൂപകർ കുമാരനാശാൻ എന്ന കവിയിലെ ജീവിതത്തിൻ്റെ ആഴത്തെ കണ്ടെത്താൻ തീക്ഷ്ണമായി ശ്രമിക്കുകയായിരുന്നു. ആ വിമർശനത്തിൻ്റെ വായനയിലും അദ്ദേഹം പറഞ്ഞ രണ്ട് കരങ്ങൾ എന്നെ വിടാതെ പിന്തുടരുകയുണ്ടായി. ഒടുവിലൊടുവിൽ ഈ കഥാപാത്രങ്ങൾ വളർന്ന് കുമാരനാശാനെ പിന്തുടരുന്ന ഒരു കൊലയാളി ഉണ്ടായിരുന്നു എന്നുള്ള ഭാവനയിലേക്ക് എന്നെ എത്തിച്ചു. ഞാൻ പറയുന്നു, അതൊരു ഭാവനയാണ്. അപ്പോഴാണ് നാട്ടിൽ ഒരു വാദം രൂപപ്പെടുന്നത്, കുമാരനാശാൻ കൊല ചെയ്യപ്പെട്ടതാണ്. ആശാന്റെ ബോട്ട് മുങ്ങിയ കാലത്തും ഈ വാദം ഉന്നയിക്കപ്പെട്ടിരുന്നു. ബഹുമാനപ്പെട്ട അന്നത്തെ തിരുവിതാംകൂർ സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു പരാതി കിട്ടുകയും ജനങ്ങൾ ഈ പരാതി പിന്തുണയ്ക്കുകയും ചെയ്തപ്പോൾ അന്നത്തെ ഒരു ഹൈക്കോടതി ജസ്റ്റിസിനെ മുൻനിർത്തി സർക്കാർ ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരുന്നു. അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് പഴയ നിയമസഭാ റെക്കോർഡ്സിൽ നിന്ന് ഇപ്പോൾ ലഭിക്കും. കേരള നിയമസഭയുടെ ആർക്കൈവൽ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ അതിൻ്റെ വിവരങ്ങൾ, ഡീറ്റെയിൽസ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ അന്വേഷണ കമ്മീഷൻ 5 പേരടങ്ങുന്ന ഒരു അന്വേഷണ കമ്മീഷനും ടാഗോറും ഗുരുവും തമ്മിൽ സംസാരിക്കുമ്പോൾ ഗുരു പറഞ്ഞതിനെ ടാഗോറിനോട് വിവർത്തനം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട എൻ കുമാരൻ MLA, ജഡ്ജ്, അന്നത്തെ SNDPയുടെ സെക്രട്ടറി അടങ്ങുന്നതുമായൊരു കമ്മിറ്റിയായിരുന്നു. ആ കമ്മിറ്റിയുടെ പരിശോധനയുടെ റിസൾട്ട് 24 പേർ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയ ഈ അപകടം ഒരു കൊലപാതക ശ്രമമല്ലെന്നും 95 പേർ മാത്രം കയറാൻ അനുവാദമുണ്ടായിരുന്ന ഒരു ബോട്ടിൽ 100 ചില്ലുവാനം പേർ കയറിയതിൻ്റെ സ്വാഭാവിക ഫലമാണെന്നും ഈ 24 പേരിൽ ഏറ്റവും അവസാനത്തെ ശരീരം കുമാരനാശാന്റേതായിരുന്നുവെന്നും 26 മണിക്കൂറിന് ശേഷമാണ് ആശാന്റെ ശരീരം ജലത്തിൽ നിന്ന് വീണ്ടെടുത്തതെന്നുമാണ്. CV കുഞ്ഞിരാമൻ ആശാനെക്കുറിച്ചിട്ടുള്ള ഒരു അനുസ്മരണത്തിൽ ഏറ്റവും ഹൃദയ ഭേദകമായ ഭാഷയിൽ ഈ 26 മണിക്കൂർ നേരം ആശാന്റെ ശരീരം ജലത്തിൽ കിടന്നതിനെപ്പറ്റി എഴുതി വച്ചിട്ടുണ്ട്. ജലത്തിലാണ് ആശാന്റെ കഥാപാത്രങ്ങളൊക്കെയും വീണുപോയത്. അത് നളിനിയാകട്ടെ, ലീലയാകട്ടെ, ചിന്താവിഷ്ടയായ സീത ഭൂമിയിലേക്കാണ് ലയിച്ചു ചേരുന്നതെങ്കിലും ജലം അസാമാന്യമായ ഒരു കഥാപാത്രമായി കുമാരനാശാന്റെ കവിതകളിൽ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു കേന്ദ്ര ആശയത്തെയാണ് ഇന്നത്തെ പഠന ക്ലാസ്സിലും വികസിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ 3 ആൾ പൊക്കം മാത്രമുള്ള ആ ഹ്രദത്തിൽ, ആ കയത്തിൽ വീണു മരിക്കാൻ മാത്രമുള്ള വിധിയെ ആശാൻ ഉണ്ടായിരുന്നുള്ളുവോ? വളരെ കാലം കഴിഞ്ഞിട്ട് D. വിനയചന്ദ്രൻ മാഷ് കായിക്കരയിലെ കടൽ എന്ന ഒരു കവിത എഴുതും. കിടിലോഗ്ര ശംഖഭൂകമ്പങ്ങളേൽക്കാതെ കേൾക്കാതനങ്ങാതെ പൊങ്ങുന്നു മൂകത, കൊടുനാക്കുനീട്ടവേ ഭൂഗർഭഭൂതങ്ങൾ
ജഡവിടർത്താടുന്നു രുദ്രൻ ശ്മശാനാഗ്നി. മരണം പശുക്കളായി വൻ പുലിക്കൂട്ടമായി, മഹിയിൽ തെളിഞ്ഞ വാര്യക്രൗര്യനാം വിധി. പോകൂ നരേതിഹാസച്ചരമസ്കന്ധമേ, ഒരു വൃഥാ ഭയം വേണ്ട മാറ്റങ്ങളിൽ. സ്നേഹം നിനച്ചു 100 ആവർത്തിച്ചാവു, നിർഹേതുക പ്രേമം ജയിക്കുന്നു ജീവനിൽ. മരണമല്ല പ്രണയമാണ് വിജയിക്കുന്നത് എന്ന് മരണത്തെ ആവിഷ്കരിക്കുമ്പോഴും പറഞ്ഞ കവിയുടെ ശരീരത്തെ വെള്ളത്തിലേക്ക് താഴ്ത്തിക്കൊണ്ടുപോയ ആ 2 കരങ്ങളെപ്പറ്റി ഞാൻ ഈ അടുത്ത കാലത്തൊരു നോവൽ എഴുതിയിരുന്നു. സത്യത്തിൽ ഒരു സാങ്കല്പിക കൊലയാളി കുമാരനാശാന്റെ പിന്നാലെ സഞ്ചരിക്കുന്നതും ഈ കൊലയാളിയുടെ കയ്യെത്തും ദൂരത്ത് വെച്ച് ആശാന്റെ ശരീരം ഈ ഹ്രദത്തിലേക്ക് വീണുപോകുന്നത്, വീണുപോയ ഈ ശരീരത്തെ 26 മണിക്കൂർ നേരം മുങ്ങി നിവർന്ന് കരയിലേക്ക് കൊണ്ടുവരാൻ ഈ കൊലയാളി തന്നെ ശ്രമം നടത്തുന്നതുമായിട്ടുള്ളൊരു സാങ്കല്പിക ഭാവന. ഒരു കൊലയാളിക്കും തൊടാൻ പോലുമാകാത്തത്ര കഴിവുള്ളവനായിരുന്നു, കരുത്തുള്ളവനായിരുന്നു ഈ കവി. അദ്ദേഹം നമ്മുടെ സാമൂഹിക ചികിത്സയിലെ ഒരു വലിയ ഔഷധ നിർമ്മാതാവും നമ്മുടെ സാമൂഹിക ചികിത്സയിലെ ഒരു വലിയ ഭിഷഗ്വരനുമായിരുന്നു എന്ന തത്വചിന്ത വികസിപ്പിക്കാൻ ആ ജ്ഞാനവൃദ്ധന്റെ വാക്കുകൾ എനിക്ക് പ്രേരണയായി. രണ്ടാമത്തേത് CV ശ്രീരാമൻ എന്ന കഥാകൃത്ത് പറഞ്ഞ ഒരു കാര്യമാണ്. അതും ഏതാണ്ട് ആ സന്ദർഭത്തിൽ തന്നെയാണ്. അദ്ദേഹം ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്കറിയുമോ എന്തുകൊണ്ടാണ് കുമാരനാശാന്റെ മരണത്തിന് കാരണമായി തീർന്ന ആ ബോട്ടിന്റെ പേര് റെഡീമർ എന്നായി തീർന്നത്? അപ്പോൾ ഞങ്ങൾക്കറിയില്ലായിരുന്നു. ഞങ്ങൾ പല ഉദാഹരണങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്, അത് മറിയാൻ റെഡിയായി നിന്ന ബോട്ടാണ്, അതുകൊണ്ടാണ് അതിൻ്റെ പേര് റെഡീമർ എന്നായത്. പക്ഷെ CV അത് പറഞ്ഞിട്ട് ചിരിച്ചില്ല. നമ്മൾ മറ്റു ചില വർത്തമാനങ്ങളിലേക്ക് കടന്നുപോയി. മൂന്നാമത്തെ സന്ദർഭം അഴീക്കോട് മാഷുമായി ബന്ധപ്പെട്ടതാണ്. സച്ചിദാനന്ദ സ്വാമി കഴിഞ്ഞ സംഭാഷണത്തിനിടയിലും പറഞ്ഞിരുന്നു, ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ബയോഗ്രഫി, ജീവചരിത്രം ഉചിതമായ രൂപത്തിൽ ഇതേവരെ രചിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ ഗുരുവിനെക്കുറിച്ച് 200-ലേറെ ജീവചരിത്രങ്ങളുണ്ട്. ഇതൊന്നും പെർഫെക്റ്റ് അല്ല. ഇതെഴുതാൻ കഴിയുമായിരുന്ന ഒരാൾ സഹോദരൻ അയ്യപ്പനാണ്. അദ്ദേഹം ഗുരുവിനെക്കുറിച്ച് ഒരുപാട് വിസ്താരങ്ങൾ ശേഖരിച്ചു വച്ചിരുന്നു. പക്ഷേ സഹോദരൻ അയ്യപ്പൻ എഴുതിയിട്ടില്ല. പിന്നീട് എഴുതാൻ കഴിയുമായിരുന്നവർ ഒരുപാട് പേരുണ്ട്. PK ബാലകൃഷ്ണൻ നോവൽ എഴുതിയിട്ടുണ്ട്, നമുക്കറിയാം. K സുരേന്ദ്രൻ എഴുതിയിട്ടുണ്ട്. ഇവരൊന്നുമല്ല. സ്വാമി പറയുന്നത് നിത്യചൈതന്യയതിയായിരുന്നു ഗുരുവിനെപ്പറ്റി എഴുതാൻ കഴിയുന്ന മറ്റൊരാൾ. യതിയോട് സ്വാമികൾ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഗുരുവിനെപ്പറ്റി ബയോഗ്രഫി എഴുതണം, ജീവചരിത്രം എഴുതണം. അപ്പോഴൊക്കെയും യതി അത് മറ്റുള്ളവർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് മെല്ലെ മെല്ലെ നീട്ടിക്കൊണ്ടേയിരുന്നു. യതി പോയി. പിന്നീടുള്ള ഒരാൾ സുകുമാർ അഴീക്കോടാണ്. അഴീക്കോട് മാഷിനെ ഈ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം ചാലക്കുടിയിലേക്ക് വിളിച്ചതിനെ പറ്റി പറയുന്നുണ്ട്. ആ അഴീക്കോടാണ് ഇതേ പല്ലനയിൽ വെച്ച് ഒരിക്കൽ പല്ലനയാറ്റിൻ്റെ അക്കരയിൽ ഇടത്തേക്ക് പോകാൻ ഒരു കൊതുമ്പ് വള്ളത്തിലേക്ക് കയറാൻ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, മാഷേ നമുക്ക് അക്കരയിലേക്ക് പോയാലോ, കൊതുമ്പ് വള്ളത്തിലേക്ക് കയറിയാലോ? അപ്പോൾ മാഷ് പറഞ്ഞു, അതിനെന്താ, നമുക്ക് പോകാം. എന്നിട്ട് മാഷ് വലതുകാലെടുത്ത് കൊതുമ്പ് വള്ളത്തിലേക്ക് വെച്ചിട്ട് ആ കാല് പിന്നിലേക്ക് വലിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വരുന്നില്ല, ആശാനെ വീഴ്ത്തിയ പുഴയാണ്, ഞാൻ വരുന്നില്ല. മാഷ് തിരിച്ചു നടന്നു. അന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനാണ് അഴീക്കോട് മാഷ് ഇങ്ങനെ പറയുന്നത്. ഇത് ആശാനെ വീഴ്ത്തിയ പുഴയാണ്, ഈ പുഴയിലേക്ക് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് എന്ന് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ ഏറെ താമസിയാതെ എനിക്ക് അതിൻ്റെ കാരണം മനസ്സിലായി. സുകുമാർ അഴീക്കോട് ആ കൊതുമ്പ് വള്ളത്തിലേറി പുഴയുടെ മണ്ടയിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജലങ്ങളുണ്ടല്ലോ, അവ താഴെ നിന്ന് വിളിച്ചു പറയും, ഈ വള്ളത്തിലേറി വരുന്ന മനുഷ്യൻ ആരെന്നറിയുമോ? ഇത് സുകുമാരൻ അഴീക്കോടാണ്. ആശാന്റെ സീതാകാവ്യം എന്ന പുസ്തകം എഴുതിയ മഹാപണ്ഡിതനാണ്.
ഇയാളെ വിട്ടുകളയരുത്, ആശാനെ മുക്കിയതുപോലെ നമുക്ക് ഇദ്ദേഹത്തെയും അങ്ങ് മുക്കിക്കളയാം. ഇതൊരു കേവല ഭാവനയല്ല. ജീവിതവും മൃതിയും തമ്മിൽ ജീവിതത്തിന്റെ മധ്യത്തിൽ വെച്ച് നടത്തുന്ന സംഭാഷണത്തിന്റെ ഒരു കഷണമാണ്. ഇവിടെയെല്ലാം ജലം വളരെ പ്രധാനപ്പെട്ട ഒരു ഔഷധവിദ്യയായി പ്രവർത്തിക്കുന്നത് ചണ്ഡാല ഭിക്ഷുകി വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയും, ചണ്ഡാല ഭിക്ഷുകി എഴുതിയിരിക്കുന്നത് ജലം കൊണ്ടാണ്. ഈ കാര്യം വിസ്തരിക്കുന്നതിന് മുൻപ് മറ്റൊരു ശാസ്ത്രജ്ഞനെ എനിക്ക് വിശദീകരിക്കേണ്ടതായി വരും. അയാളുടെ പേര് മസാറു ഇമോട്ടോ എന്നാണ്. ഒരു ജാപ്പനീസ് സയന്റിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ കണ്ടെത്തലിനെ പറ്റി പറയുമ്പോൾ ഈ കൂട്ടത്തിലെ ശാസ്ത്രജ്ഞർക്ക് അത് യോജിക്കാൻ കഴിയില്ല. എൻ്റെ പാതി മനസ്സ് മാത്രമേ മസാറു ഇമോട്ടോനോട് യോജിക്കുന്നുള്ളൂ. ഇമോട്ടോ ഒരു ദിവസം വെള്ളം കുടിച്ചുകൊണ്ടായിരിക്കുമ്പോഴാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മഴത്തുള്ളി കണ്ടിരിക്കുമ്പോഴാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും സമുദ്രതീരത്ത് നിൽക്കുമ്പോഴാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മലിന ജലത്തിൻ്റെ മുന്നിലൂടെ സഞ്ചരിച്ചു പോകുമ്പോഴാകാം, അതല്ലെങ്കിൽ കുളിക്കുമ്പോഴാകാം, അതല്ലെങ്കിൽ കുളിത്തൊട്ടിയിൽ കിടക്കുമ്പോഴാകാം, മസാറുവിനൊരു തോന്നലുണ്ടായി, ജീവൻ ഉത്ഭവിച്ചത് ജലത്തിൽ നിന്നാണെന്നാണല്ലോ ശാസ്ത്രം പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ജലത്തിനും ജീവൻ ഉണ്ടാവേണ്ടതല്ലേ? ഈ ചിന്തയെ അദ്ദേഹം തൻ്റെ മനസ്സിലിട്ട് ഉരുക്കഴിച്ചേ നടന്നു. ഈ ഹൈപ്പോത്തിസിസ്, ഈ പരികൽപ്പനം ശരിയാണോ തെറ്റാണോ എന്ന് ശാസ്ത്രരൂപേണ വസ്തുനിഷ്ഠമായി തെളിയിക്കേണ്ട ഈ വാദഗതി ഒന്ന് തെളിയിച്ചു കാണിക്കാൻ വേണ്ടി മസാറു ഇമോട്ടോ അനേക ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു ഗവേഷകനെ കൂട്ടിന് കിട്ടുന്നത്. അയാളൊരു കെമിസ്ട്രി വിദഗ്ധനായിരുന്നു. ആ ഗവേഷകൻ ഇമോട്ടോവിനോട് പറഞ്ഞു, പ്രൊഫസർ, ഞാൻ നിങ്ങളെ സഹായിക്കാം. നിങ്ങൾ പറയുന്ന ഈ ഹൈപ്പോത്തിസിസ് എനിക്ക് തെളിയിച്ച് കാണിക്കാൻ പറ്റും. നമുക്ക് പരീക്ഷണം നടത്താം. ഈ പരീക്ഷണത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് അവർ തയ്യാറാക്കിയത് ഇപ്രകാരമാണ്. ഈ ബ്ലൂ പ്രിൻ്റും അതിൻ്റെ റിസൾട്ടും നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മൊബൈൽ ഫോണിലൂടെ കണ്ടെത്താൻ പറ്റും. ദ ഹിഡൻ മെസ്സേജസ് ഇൻ വാട്ടർ എന്ന പുസ്തകമായി അത് പുറത്തു വന്നിട്ടുണ്ട്. ജലത്തിൻ്റെ രഹസ്യ സന്ദേശങ്ങൾ എന്ന രൂപത്തിൽ ചിത്രങ്ങളോടുകൂടി ആ പുസ്തകം പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ പരീക്ഷണം ഇപ്രകാരമാണ്. 50 തരം വെള്ളം എടുത്തു. കിണറ്റിലെ വെള്ളം, മഴവെള്ളം, കുളത്തിലെ വെള്ളം, മലിനജലം, സമുദ്രജലം, കുടിജലം, ക്ലോറിൻ കലർത്തിയ ക്ലോറിനേറ്റഡ് വാട്ടർ, അഴുക്ക് ചാലിലെ വെള്ളം, കുടിവെള്ളം, കുപ്പിവെള്ളം, 50 തരം വെള്ളം, വെള്ളത്തിൻ്റെ 50 പ്രകൃതികൾ അവർ എടുത്തിട്ട് 50 പെട്രി ഡിഷുകളിൽ, ചെറിയ ഡിഷുകളിൽ ഒഴിച്ച് അതിശക്തമായ തണുപ്പിൽ ഫ്രീസറിൽ വെച്ച് -20 ഡിഗ്രി സെൽഷ്യസിൽ 3 മണിക്കൂർ നേരം തണുപ്പിച്ച് അവർ ആ ജലത്തെ പുറത്തെടുത്തു. എന്നിട്ട് ഓരോരോ ജലമായി അതിശക്തമായ മൈക്രോസ്കോപ്പിലൂടെ പരിശോധിക്കാൻ ആരംഭിച്ചു. ആ പരിശോധനയുടെ 1, 2, 3 ഘട്ടം പിന്നിട്ടപ്പോൾ തന്നെ മസാറു ഇമോട്ടോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ആർക്കിമിഡീസ് വിളിച്ചതുപോലെ തെരുവിലൂടെ വിളിച്ചോടിയിട്ടുണ്ടാവണം. ആർക്കിമിഡീസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യുറേക്ക, 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 ഞാൻ കണ്ടെത്തിയിരിക്കുന്നു, കണ്ടെത്തിയിരിക്കുന്നു. സ്വർണത്തലപ്പാവ് നിർമ്മിച്ച രാജാവ് തൻ്റെ സ്വർണത്തലപ്പാവ്, ഈ തലപ്പാവ് പണിഞ്ഞവൻ പൂർണ്ണമായും സ്വർണത്തിൽ തന്നെയാണോ നിർമ്മിച്ചതെന്ന് പരിശോധിക്കാൻ തൻ്റെ ശാസ്ത്രജ്ഞരെ ഏൽപ്പിക്കുന്നു. അവർക്കൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആർക്കിമിഡീസ് അത് കണ്ടുപിടിക്കുന്നു. അയാൾ തുല്യ തൂക്കമുള്ള സ്വർണത്തെ വെള്ളത്തിലിടുന്നു. അപ്പോൾ വെള്ളം പുറത്തേക്ക് പോകുന്നു. ഈ വെള്ളത്തിൻ്റെ തൂക്കവും സ്വർണത്തിൻ്റെ തൂക്കവും കൃത്യമാണെന്ന് അയാൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് പരിശോധിക്കാനുള്ള സ്വർണത്തിൻ്റെ അളവെടുത്തിട്ട് ഈ സ്വർണത്തലപ്പാവ് വെള്ളത്തിലിടുന്നു. അപ്പോൾ കുറച്ചേറെ വെള്ളം പുറത്തു പോകുന്നു. അദ്ദേഹം കണ്ടുപിടിച്ചതിൽ സ്വർണം മാത്രമല്ല, സ്വർണത്തേക്കാൾ ഭാരം കൂടിയ മറ്റെന്തോ ലോഹം കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അന്ന് കണ്ടെത്തുന്നു. നോക്കൂ,
ജലം എത്രമേൽ വിശുദ്ധമായ മരുന്നായി സാമൂഹിക ചരിത്രത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് ആർക്കിമിഡീസ് കണ്ടെത്തിയതുപോലെ മസാറു ഇമോട്ടോ നാം ജീവിച്ചിരിക്കുന്ന കാലത്തിരുന്നിട്ടൊരു ശാസ്ത്ര സത്യത്തെ കണ്ടുപിടിക്കുന്നു. അവർ ആദ്യത്തെ ക്രിസ്റ്റലിനെ പരിശോധിച്ചപ്പോൾ ഞെട്ടിപ്പോയി. ആ ക്രിസ്റ്റലുകളെ ഫോം ചെയ്തിരിക്കുന്നു. ആ ജലം ക്രിസ്റ്റലുകളെ ഫോം ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ ജലം ക്രിസ്റ്റലിനെ ഫോം ചെയ്തിരിക്കുന്നു. പക്ഷെ മൂന്നാമത്തെ ജലം ക്രിസ്റ്റലായി ഫോം ചെയ്തിട്ടില്ല, വെറും കട്ട പിടിച്ചിരിക്കുന്നു. നാലാമത്തേത് ക്രിസ്റ്റലായിരിക്കുന്നു. അഞ്ചാമത്തേത് വെറുതെ കട്ട പിടിച്ചിരിക്കുന്നു. അവർ ഒരു പേപ്പർ എടുത്തിട്ട് ക്രിസ്റ്റലുകൾ ഫോം ചെയ്ത വെള്ളം ഏതൊക്കെ എന്ന് എഴുതുന്നു, ക്രിസ്റ്റലുകൾ ഫോം ചെയ്യാത്ത വെള്ളം ഏതൊക്കെ എന്ന് എഴുതുന്നു. ക്രിസ്റ്റലുകൾ ഫോം ചെയ്ത വെള്ളം ജീവനുള്ള വെള്ളമാണെന്ന് അവർ കണ്ടെത്തുന്നു. ഏതൊക്കെയാണ് ക്രിസ്റ്റലുകൾ ഫോം ചെയ്ത ജീവനുള്ള വെള്ളം? അതിലൊന്നാമത്തേത് മഴവെള്ളം, രണ്ടാമത്തേത് കിണറ്റുവെള്ളം, മൂന്നാമത്തേത് പുഴയിലെ വെള്ളം, നാലാമത്തേത് സമുദ്രത്തിലെ വെള്ളം. ഏതാണ് ക്രിസ്റ്റലുകളെ ഫോം ചെയ്യാത്ത ജീവനില്ലാത്ത ജലം എന്ന് അവർ കണ്ടെത്തുമ്പോഴാണ് ഞെട്ടിപ്പോകുന്നത്. കുപ്പിയിലടച്ച വെള്ളത്തിന് ജീവനില്ല, ക്ലോറിനേറ്റഡ് വെള്ളത്തിന് ജീവനില്ല, അഴുക്കുവെള്ളത്തിന് ജീവനില്ല, സോപ്പ് കലർത്തിയ വെള്ളത്തിന് ജീവനില്ല, ചൂടുവെള്ളത്തിന് ജീവനില്ല എന്നവർ കണ്ടുപിടിച്ചത്. ഇത് നമ്മുടെ പിതാമഹന്മാർക്കറിയാമായിരുന്നത് കൊണ്ടാണ് ചൂടുവെള്ളത്തിനെ അവർ ചൂടുവെള്ളമെന്നും പച്ചവെള്ളത്തിനെ അവർ പച്ചവെള്ളം എന്നും വിളിച്ചത്. അത് വെള്ളത്തിന് പച്ച നിറമുള്ളത് കൊണ്ടല്ല, പച്ചപ്പുള്ള വെള്ളമാണ് പച്ചവെള്ളമെന്നും പച്ചപ്പുള്ള വെള്ളത്തിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നും നമ്മുടെ പിതാമഹന്മാർ തിരിച്ചറിഞ്ഞതിൻ്റെ വൈദികമായിട്ടുള്ള ഒരു സാരാംശം വേണമെങ്കിൽ അത് അഥർവവേദ ഭൈഷജ്യത്തിലെ ഒരു ശ്ലോകത്തിലേക്ക് ചിലപ്പോൾ നമ്മൾ ചെന്ന് ചേരും. എന്മേ അക്ഷ്യോരാദിദ്യോത പാർക്ഷണ്യോ പ്രബദോച്ഛയത് ആപസ്തത്സർവം നിഷ്കരൻ ഭിഷജാം സുഭിഷക്തമാ. നയനങ്ങളെയും പാർഷ്ണികളെയും പാദങ്ങളെയും വേദനിപ്പിക്കുന്ന രോഗങ്ങൾ ഏതെല്ലാമാണോ അവയെല്ലാം ദേവതാരൂപമായ ഈ ജലം നശിപ്പിക്കട്ടെ, നശിപ്പിക്കട്ടെ, നശിപ്പിക്കട്ടെ. ഭിഷക്കുകളിൽ ഉത്തമനായ ഭിഷഗ്വരൻ അഥവാ ചികിത്സാ കുശലൻ, ഭിഷഗ്വരൻ അഥവാ ചികിത്സാ കുശലൻ എന്ന പേര് ഈ ജലത്തിന് അനുയോജ്യമാണ്. ഏത് ജലത്തിന് എന്ന ചോദ്യത്തിന് മസാറു ഇമോട്ടോ പറയുന്ന ജീവനുള്ള ജലത്തിന്, ഏത് ജലമാണോ ക്രിസ്റ്റലിനെ ഉൽപ്പാദിപ്പിക്കുന്നത് ആ ജലത്തിന് അവകാശപ്പെട്ടതാണ് എന്നാണ് അർത്ഥം. ഇത് കവിതയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഞാൻ അതിനെ പറ്റിയിട്ട് എഴുതിയിട്ടുണ്ട്. കവിതയ്ക്കും ജീവനുണ്ട്. ജലത്തിന് ജീവനുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമെങ്കിൽ കവിതയ്ക്കും ജീവനുണ്ട്. ഈ അസംഷൻ പക്ഷെ എൻ്റെ മനസ്സിൽ ആദ്യമായി രൂപപ്പെട്ടത് ആശാനെ വായിച്ചപ്പോഴല്ല, മസാറു ഇമോട്ടോനെ വായിച്ചപ്പോഴല്ല, അത് കുരീപ്പുഴ ശ്രീകുമാറിൻ്റെ ഒരു പ്രഭാഷണം കേട്ടപ്പോഴാണ്. പിന്നീടാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി മധുസൂദനൻ സാറിൻ്റെ അഗസ്ത്യ ഹൃദയമൊക്കെ വായിച്ചപ്പോൾ രാമരഘുരാമ നാം ഇനിയും നടക്കാം എന്ന് പശ്ചിമഘട്ടത്തിലേക്ക് നടന്നു കയറുന്ന മഹാകഥാപാത്രങ്ങൾ, പശ്ചിമഘട്ടത്തിലെ മരച്ചെടികൾ, ഔഷധച്ചെടികൾ, ജലസാന്നിധ്യം, മേഘശബ്ദങ്ങൾ ഒക്കെ കവിതയിൽ ആവർത്തിക്കുന്നതിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലായത്. കുരീപ്പുഴ ശ്രീകുമാർ ഒരു പ്രഭാഷണം നടത്തുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട കവിത ഇഷ്ടമുടിക്കായൽ എങ്ങനെ രൂപപ്പെട്ടു എന്ന് അദ്ദേഹം പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത്, ഇഷ്ടമുടിക്കായലിലെ മത്സ്യങ്ങളെയൊക്കെയും ഞാൻ അഷ്ടമുടിക്കായലിൽ നിന്ന് എടുത്തതാണ്. എന്നിട്ട് അദ്ദേഹം പേരുകൾ പറയാൻ ആരംഭിച്ചു. നമ്മുടെ കാലത്തെ വലിയ പരിസ്ഥിതി പ്രവർത്തകനായിരുന്ന കല്ലേൽ പൊക്കുടൻ ചൂട്ടാച്ചി എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതത്തിന് ശേഷം അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. ശുദ്ധജലത്തിലെ
മത്സ്യങ്ങളെക്കുറിച്ചിട്ടുള്ള മലയാളത്തിലെ അസാധാരണമായ ഒരു പുസ്തകമാണത്. ഈ മട്ടിൽ കുരീപ്പുഴ തൻ്റെ ഇഷ്ടമുടിക്കായലിലെ കവിത സൃഷ്ടിക്കാൻ വേണ്ടി അഷ്ടമുടിക്കായലിൽ നിന്നെടുത്തിട്ട മത്സ്യങ്ങളെപ്പറ്റി പറയുകയാണ്. ഓരോരോ പേരുകളായി അദ്ദേഹം പറഞ്ഞു. ഒരിക്കൽ അഷ്ടമുടിക്കായലിലൂടെ ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഈ യാത്രയെ സ്വീകരിച്ചുകൊണ്ട് ഒരിടത്ത് നിന്ന് പാഞ്ഞു പോകുന്ന പറക്കുന്ന മത്സ്യത്തെ പറ്റി. അഷ്ടമുടിക്കായലിലേക്ക് ആദ്യ പാദം എടുത്തു വയ്ക്കുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് നീ കായലിലേക്ക് ഇറങ്ങുകയാണോ എന്ന് സ്വാഗതം ചെയ്യുന്ന ചെറിയ വരാൽ മത്സ്യങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. മാനത്തുകണ്ണികൾ ആ പുഴയിൽ എവിടെയുമുണ്ട്, കരയോട് പറ്റിക്കൂടി. ഈ മത്സ്യങ്ങളെ താൻ അഷ്ടമുടിയിൽ നിന്ന് ഇഷ്ടമുടിയിലേക്ക് എടുത്തിട്ടതിനെപ്പറ്റി കുരീപ്പുഴ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ശുദ്ധജലത്തിൽ നിന്ന് കുറച്ച് മത്സ്യങ്ങളെ അദ്ദേഹം ഇഷ്ടമുടിയിലേക്ക് എടുത്തിടുമ്പോൾ ഈ ഇഷ്ടമുടിക്ക് ജീവനില്ലെങ്കിൽ, ഈ കവിതയ്ക്ക് ജീവനില്ലെങ്കിൽ, ശുദ്ധജലത്തിൽ നിന്ന് കവിയെടുത്ത് ഇപ്പുറത്തേക്കിട്ട മത്സ്യങ്ങൾ കവിയോട് പറയും, ഞങ്ങൾക്ക് ശ്വാസം മുട്ടുന്നു, ഞങ്ങളെ എടുത്ത് ദയവായി ആ ജലത്തിലേക്ക് തിരിച്ചിടൂ എന്ന് പറയുന്ന മട്ടിൽ കവിതയ്ക്ക് ജീവനുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുന്ന ഒരു ഒബ്സർവേഷൻ നമുക്ക് മസാറു ഇമോട്ടോയിൽ നിന്ന് എടുക്കാം. ആ നിലയിൽ പരിശോധിക്കുമ്പോൾ ജലം കൊണ്ടെഴുതപ്പെട്ട ഒരു കൃതിയാണ് ചണ്ഡാല ഭിക്ഷുകി. ആ പുസ്തകത്തിൻ്റെ 100 വർഷമെന്ന് പറയുമ്പോൾ ജലം കൊണ്ട് സമൂഹത്തെ ചികിത്സിച്ച ഒരു കവിതയുടെ 100 വർഷമാണ് ഇത് എന്നും അർത്ഥമുണ്ട്. ചാമരജാതിയിൽ പിറന്ന ഒരു പെൺകുടിയാൾ വെള്ളം കോരാൻ നിൽക്കുമ്പോൾ അവളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നു ആനന്ദ ഭിക്ഷു, സാക്ഷാൽ ബുദ്ധ ഭഗവാന്റെ ശിഷ്യൻ. അദ്ദേഹത്തിന് ദാഹിക്കുന്നുണ്ട്, അഗാധമായ ദാഹമാണ്. ദാഹിക്കുന്ന ആനന്ദ ഭിക്ഷു ആ പെൺകുടിയാളോട് ചോദിക്കുന്നു, എനിക്ക് ഒരിറ്റ് വെള്ളം നീ തരുമോ? അന്നേരം അവൾ വല്ലാതെ വിറയ്ക്കുന്നുണ്ട്. ആ വിറയ പക്ഷേ കുമാരനാശാൻ കവിതയിൽ ആവിഷ്കരിച്ചിട്ടില്ല. അവൾ വല്ലാതെ മടിക്കുന്നുണ്ട്. ആ മടിയെ കുമാരനാശാൻ കവിതയിൽ ആ മട്ടിൽ ആവിഷ്കരിച്ചിട്ടില്ല. പക്ഷെ അവൾ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ആനന്ദ ഭിക്ഷുവിനെ വല്ലാതെ തകർത്തു കളയുന്നുണ്ട്. ഞാൻ എങ്ങനെയാണ് അങ്ങേക്ക് ജലമൊഴിച്ചു തരിക? ഞാൻ ഇന്ന ജാതിയിൽ പിറന്നവളാണല്ലോ മുനേ എന്ന് പറയുന്നിടത്ത് മുനി അവളോട് തിരിച്ച് പറയും, അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആചമിക്കുമോ ചൊല്ലെഴും ആര്യന്മാർ. ഒരറ്റത്ത് നീചനാരി, മറ്റേടത്ത് ആര്യൻ. അപ്പോ ആ ആനന്ദഭിക്ഷു പറഞ്ഞ മറുപടി വളരെ പ്രഖ്യാതമാണ്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർനാവു വരണ്ട്, അഹോ ഭീതി വേണ്ട തരിക അതെനിക്കു നീ. ഞാൻ കുഞ്ഞെ നിന്നോട് ജാതി ചോദിച്ചില്ലല്ലോ, എന്നിട്ടും നീ എന്നോട് നിന്റെ ജാതിയെപ്പറ്റി പറയുന്നല്ലോ. എനിക്കതല്ല വേണ്ടത്, നീ എനിക്ക് ദാഹനീർ തരുമോ? ഈ ദാഹനീർ കൊടുക്കുന്നുണ്ട് ആ കുഞ്ഞ്. പക്ഷെ അത് കൊടുത്തു കഴിഞ്ഞിട്ട് കവി അതിലൊരിടപെടൽ നടത്തും. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധ കണ്ണാടിക്കാന്തി കലരും നീർ, ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നിതേ മെല്ലെ കുനിഞ്ഞവൾ. ഇതാണ് ആ ജലത്തിൻ്റെ ക്വാളിറ്റി. അത് കേവലമായിട്ടുള്ളൊരു വെള്ളമല്ല. കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിൽ അതിനു മുൻപും പലതരത്തിലുള്ള ജലങ്ങളുണ്ട്. ചിരട്ടയിൽ ഒഴിച്ചു കൊടുക്കുന്ന ജലം, പാളയിൽ കോരി എറിഞ്ഞു കൊടുക്കുന്ന ജലം, മനുഷ്യനെ കുളിപ്പിക്കുന്ന ജലം, നിഷേധിക്കപ്പെടുന്ന ജലം. ഈ ജലത്തെപ്പറ്റി അംബേദ്കർ എഴുതിയിട്ടുണ്ട്, കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ നിഷേധിക്കുന്ന ജലത്തെപ്പറ്റി. ഈ ജലത്തെപ്പറ്റി അയ്യാ വൈകുണ്ഠസ്വാമി എഴുതിയിട്ടുണ്ട്. അതാണ് മുന്തിരി കിണർ. ഒരു പൊതുക്കിണറിൽ നിന്ന് വെള്ളമെടുക്കാൻ ഈ നാട്ടിലെ തൊഴിലെടുക്കുന്നവർക്ക് അവകാശമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് അവകാശമില്ല എന്ന് പറയുമ്പോൾ സ്വാമി ഒരു കിണർ കുഴിക്കുന്നു സ്വാമിത്തോപ്പിൽ. ആ കിണറാണ് മുന്തിരി കിണർ. ആ മുന്തിരി കിണറിൽ നിന്നും മുന്തിരി മധുരമുള്ള ജലം കൊടുക്കുന്നതിനെപ്പറ്റി കേരളത്തിൻ്റെ സാമൂഹിക ചരിത്രത്തിലുണ്ട്. പക്ഷേ കുമാരനാശാൻ ഇടപെട്ടത് ജാതിയുടെ ഈ കറയെ കഴുകിക്കളയാൻ കഴിയുന്ന ഒരു ജലം, മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന
ശുദ്ധ കണ്ണാടിക്കാന്തി കലരുന്ന നീര് ഭിക്ഷുവിൻ്റെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നു. എന്നിട്ട് കവി സാമൂഹിക ചരിത്രത്തിലെ ഫിലോസഫീനെ പറ്റി പറയും. പുണ്യശാലിനി നീ പകർന്നിടുമി തണ്ണീർ തന്നിടെ ഓരോരോ തുള്ളിയും. ജലത്തെ ഒറ്റ മെറ്റീരിയലായിട്ടല്ല എടുത്തിട്ടുള്ളത്. ഒരു പാള ജലമെന്നോ ഒരു തൊട്ടി ജലമെന്നോ ഈ ഭിക്ഷുവിൻ്റെ ദാഹം നിവർത്തിക്കാനുള്ള ഒരു സംഖ്യാ ജലമെന്നോ ഉള്ള കണക്കിലല്ല, ഒരു പർട്ടിക്കുലർ അളവിലെ ജലമെന്നല്ല, ഓരോരോ തുള്ളിയും നീ പകർന്നിടുമി തണ്ണീർ തന്നിടെ ഓരോരോ തുള്ളിയും. അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിൻ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ഈ അന്തരാത്മാവിലേക്ക് അർപ്പിക്കുന്ന സുഹൃതഹാരമാണ് ഈ തരുണിക്ക് ആനന്ദഭിക്ഷുവിനോട് പ്രണയം നിർമ്മിക്കുന്ന കലാസൂത്രം. സത്യത്തിൽ കുമാരനാശാൻ ഈ പുസ്തകത്തിൻ്റെ മുഖവുരയിൽ പറയുന്നുണ്ട്, ഈ ആണ്ട് ചിങ്ങത്തിൽ പ്രസിദ്ധീകരിച്ച ഈ ദുരവസ്ഥ, ഈ കൃതി ചണ്ഡാല ഭിക്ഷുകി ദുരവസ്ഥയുടെ അനുജത്തിയാണ്. ഈ ചണ്ഡാല ഭിക്ഷുകി ഞാൻ ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്ത് വികസിപ്പിച്ചെടുത്ത കണ്ടന്റാണ്. അത് ലക്ഷ്മി സരസുവിൻ്റെ ദ എസൻസ് ഓഫ് ബുദ്ധിസത്തിൻ്റെ വികസനമാണ്. എസൻസ് ഓഫ് ബുദ്ധിസത്തിൽ ഈ ഭാഗം ഇത്ര മാത്രമേ ഉള്ളൂ. All human beings have organs exactly alike. There is not slightest difference in any respect. Nature contradicts the assumptions of any specific inequality among mankind എന്ന് പറയണ വാക്യത്തെ കുമാരനാശാൻ ഈ കവിതയിൽ വികസിപ്പിച്ചെടുത്തു. ഇവിടെ ബ്രാഹ്മണരുണ്ട്, ക്ഷത്രിയരുണ്ട്, ചണ്ഡാളരുണ്ട് എന്ന് ജാതി വ്യവസ്ഥയിൽ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. ലക്ഷ്മി സരസുവിൻ്റെ പുസ്തകത്തിൽ ഒരു കാര്യം കൂടെ കാണാം. ബ്രാഹ്മണർ അഗ്നിയിൽ നിന്ന് സ്വയംഭൂവായി വന്നതല്ല, അവർ വെളിച്ചത്തിൽ നിന്ന് സ്വാഭാവികമായി വികസിച്ചു വന്നതല്ല, അവർ ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയുടെ സന്താനമല്ല, അവരും തള്ളയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് വരുന്നത്. ഈ ചാമരജാതിയിൽ പിറന്ന പെണ്ണും തള്ളയുടെ ഗർഭപാത്രത്തിൽ നിന്നാണ് വരുന്നത്. ഒരേ ഗർഭപാത്രത്തിൽ നിന്ന് പിറന്നു വരുന്ന ഈ മാനുഷിക സത്തയുടെ പിറകിൽ ഉള്ളിൽ ജാതിയുടെ രാഷ്ട്രീയത്തെ കലർത്തിയതാരാണ്? ആ ജാതി രാഷ്ട്രീയത്തിനെതിരെയുള്ള ഒരു ജലചികിത്സയാണ് കുമാരനാശാൻ ചണ്ഡാല ഭിക്ഷുകിയിൽ നടത്തിയിരിക്കുന്നത്. ഈ ജലചികിത്സയ്ക്ക് പ്രണയത്തിൻ്റെ ഒരു ആന്തരികാർത്ഥം കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ രാഷ്ട്രീയം നമ്മൾ ഇതെന്തിന് ഇവിടെ വെച്ച് ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ ചെമ്പഴന്തിയിൽ എന്തിനിത് ചർച്ച ചെയ്യുന്നു? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. ചെമ്പഴന്തിയിൽ ഇത് ചർച്ച ചെയ്യുന്നതിനുള്ള കാരണം ശ്രീനാരായണ ഗുരു ഇല്ലായിരുന്നെങ്കിൽ കുമാരനാശാൻ ഉണ്ടാകുമായിരുന്നില്ല എന്നതാണ് കാര്യം. അതിൻ്റെ രഹസ്യം കിടക്കുന്നത് ചണ്ഡാല ഭിക്ഷുകിയിലല്ല, അത് ചിന്താവിഷ്ടയായ സീതയിലാണ്. സീത ഉപേക്ഷിക്കപ്പെടുന്നു. സീതയെ രാമൻ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അനുജനായ ലക്ഷ്മണന്റെ തേരിലേറ്റി വനത്തിലേക്ക് വിടുന്നു. ലക്ഷ്മണൻ സീതയെ വനത്തിൽ കൊണ്ടിറക്കുന്നു. അപ്പോൾ ഒരു നദി കാണുന്നു. അവിടെയുമുണ്ട് ജലം. അവൾക്ക് ഒന്ന് മുഖം കഴുകണമെന്നുണ്ട്. ഞാൻ ഈ ചൂടിൽ നദിയിലിറങ്ങി മുഖമൊന്ന് കഴുകി കയറട്ടെ അനുജ. നദിയിലേക്ക് ഏടത്തിയമ്മയെ ഇറക്കി വിടുന്നു. പക്ഷേ മുഖം കഴുകി തിരിച്ചു കയറുമ്പോൾ രഥം മെല്ലെ ചലിച്ചു തുടങ്ങുന്നത് കണ്ട സീത ലക്ഷ്മണനോട് പറയും, അനുജ ഞാൻ കയറിയില്ലല്ലോ, ഈ ദുർഭരമായ ഗർഭവും ചുമന്ന് ആ രഥത്തിൻ്റെ വേഗതയിൽ എനിക്ക് ഓടിയെത്താൻ കഴിയില്ലല്ലോ, നീ നിർത്തൂ, നീ അറിഞ്ഞില്ലയോ ഞാൻ അതിൽ കയറിയില്ല എന്നുള്ളത്. അപ്പം ഒന്ന് കണ്ണീര് പൊടിഞ്ഞിട്ട് ലക്ഷ്മണൻ മറുപടി പറയും, ഏടത്തി എന്നോട് പൊറുക്കണം, അങ്ങയെ ഈ വനത്തിൽ ഉപേക്ഷിച്ച് മടങ്ങി വരാനാണ് നൃപന്റെ കൽപ്പന. ആ നേരത്താണ് സത്യത്തിൽ സീത ജീവിതത്തിൽ ആദ്യമായി ചിതറിപ്പോകുന്നത്. സാക്ഷാൽ രാവണന്റെ ബലിഷ്ഠമായ അധികാരത്തിനകത്തിരുന്നപ്പോഴും സീത ചിതറിപ്പോയിട്ടില്ല. ആ സീതേനെ ആവിഷ്കരിക്കാൻ വേണ്ടി കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത എഴുതി. ഇതിപ്പോൾ 2023 ഈ 23-ന് 100 കൊല്ലം മുമ്പ് 1923-നും 10 കൊല്ലത്തിന് ശേഷം മുമ്പാണ് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീത എഴുതി തുടങ്ങുന്നത്. എന്നിട്ട് അദ്ദേഹം 1918 അതിൻ്റെ 81 ശ്ലോകം വരെ എഴുതി നിർത്തിയിട്ട് ആ കൃതി അങ്ങ് വിട്ടു. പിന്നീട് അദ്ദേഹം അതിനെ എഴുതാൻ ആരംഭിച്ചതിനെ പറ്റി പറയുന്നുണ്ട്.
ആ 19 എഴുതാൻ ആരംഭിച്ച ശ്ലോകങ്ങളുടെ പ്രധാനപ്പെട്ട അർത്ഥം സീത രാമനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ പിറകിലൊരു പൊളിറ്റിക്സ് ഉണ്ട്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിലൊരു സ്നേഹമുണ്ട്. നളിനങ്ങൾ അറുത്തു നീന്തിയും കുളിരേലും കയമാർന്നു മുങ്ങിയും പുളിനങ്ങളിൽ എന്നോടോടിയും കുളിരേലും കളിയാടും പ്രിയനെന്ന് കുട്ടിപോൽ. എന്നോട് ഒപ്പം ഒരു കുട്ടിയെപ്പോലെ കളിയാടിയ പ്രിയനായ രാമൻ നളിനങ്ങൾ അറുത്തു നീന്തി, സീതേ നിനക്ക് പൂക്കൾ ഇഷ്ടമല്ലേ, നിനക്ക് ഈ ആമ്പൽ ഞാൻ പൊട്ടിച്ചു തരട്ടെ. ആ പുഴയിൽ മുങ്ങി നിവർന്ന് നനവോടുകൂടി ഈറനോടുകൂടി ഞങ്ങൾ ആ മണൽത്തിട്ടയിൽ പുളിനങ്ങളിൽ എന്നോട് ഓടി. കളിയാടി പ്രിയൻ അന്ന് കുട്ടിപോൽ. ഒരു കുഞ്ഞിനെപ്പോലെ തന്നോടൊപ്പം ആ വനവേളയിൽ ചിലവഴിച്ച രാമനെ ഓർക്കുമ്പോൾ അതിന് തൊട്ടുമുൻപ് രാമനെ വിമർശിച്ച നൃപനീതിയെ, രാമനെ പരിചരിക്കുന്ന മന്ത്രിമാരുടെ പൗരിമാരെ വിമർശിച്ച സീത എല്ലാ വിമർശനങ്ങളെയും മാറ്റിവെച്ചിട്ട് പ്രിയരാഘവ പ്രിയരാഘവ എന്ന് വിളിക്കുന്നുണ്ട്. ഈ പ്രണയമാണ് സത്യത്തിൽ രാമനെക്കുറിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമെന്നും രാമൻ പ്രിയനെപ്പോലെ കളിയാടണമെന്നും ആ സ്നേഹമാണ് വാൽമീകിയുടെ ആശ്രമത്തിൽ നിന്ന് താൻ പഠിച്ച ഏറ്റവും വലിയ സ്നേഹമെന്നും പറഞ്ഞു വയ്ക്കുന്നിടത്ത് ആശാൻ കുറച്ച് വരികൾ എഴുതി വയ്ക്കുന്നുണ്ട്. സീത ഒറ്റപ്പെട്ടു, ലക്ഷ്മണൻ അങ്ങ് പോയി. അവൾ ഒറ്റയ്ക്ക് ആ വനമുല്ലകൾക്ക് ചാരെ രാത്രിയിൽ നിലാവ് പോലും കൂട്ടിനില്ലാത്ത സന്ദർഭത്തിൽ മഞ്ഞുതുള്ളികൾ ശിരസിലേക്ക് വീഴുന്ന ഘട്ടത്തിൽ ഒറ്റപ്പെട്ട് വിറങ്ങലിച്ചുപോയി, സ്റ്റാറ്റിക്കായിപ്പോയി. സത്യത്തിൽ ഈ സ്റ്റാറ്റിക്കായിപ്പോയിട്ടുള്ള അവസ്ഥയാണ് അഴീക്കോട് മാഷ് ചിന്താവിഷ്ടയായ സീതയിൽ എഴുതുന്നത്. 4 ഘട്ടമായി സീതയുടെ മാനസികാവസ്ഥയെ വിശദീകരിക്കും. ഈ 4 ഘട്ടങ്ങളെ വിശദീകരിച്ചെഴുതിയ ആശാന്റെ സീതാകാവ്യം എഴുതിയ പുസ്തകം എഴുതിയ പഹയനാണ് ആ വള്ളത്തിൽ വരുന്നത്. നമുക്കിവനെ അങ്ങ് മുക്കിക്കളഞ്ഞാലോ എന്ന് പുഴ വിചാരിക്കുമെന്ന് പേടിച്ചിട്ടാണല്ലോ ആശാന്റെ സീതാകാവ്യകാരൻ വെച്ചകാൽ പിറകിലോട്ടെടുത്തത് എന്ന് നമ്മൾ ഓർക്കണം. സീത അവിടെ നിർവികാരയായി നിർമ്മമയായി ദുഃഖത്താൽ മരിച്ചുപോയവളായിരിക്കുമ്പോൾ സീതയുടെ പിറകിലൊരു കരം വന്ന് വീഴുന്നതിനെപ്പറ്റി കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ എഴുതും. പെരുമാരിയിൽ മുങ്ങി മാഴ്കിടുന്നൊരു ഭൂമിക്ക് ശരത്ത് പോലവേ പരം എന്നരികത്തിലെത്തി അപ്പരവിദ്യാനിധി നിന്നതോർപ്പു ഞാൻ. ഈ ഓർക്കുക എന്ന് പറഞ്ഞാൽ ഒരു സ്പർശനത്തിൻ്റെ ഓർമ്മയാണ്. ഞാൻ നിർവികാരയായി മരിച്ചുപോയി, ഇനി എനിക്ക് ജീവിതത്തിൽ ഒരാളും കൂട്ടില്ല എന്ന കണക്ക് ദുഃഖ തീവ്രതയോടുകൂടിയിരിക്കുമ്പോൾ, എൻ്റെ കണ്ണടഞ്ഞു പോകുമ്പോൾ, ജലം പോലും ഉള്ളിലേക്ക് ചെന്നിട്ടില്ലാത്ത ക്ഷീണത്തോടെ എൻ്റെ കുഞ്ഞുങ്ങളെ ഉദരത്തിലിട്ട് ഞാനിരിക്കുമ്പോൾ എൻ്റെ പിന്നില്ല പരവിദ്യാനിധി നിന്നതോർപ്പു ഞാൻ. എന്നിട്ട് പരവിദ്യാനിധി എന്നോട് പറഞ്ഞു, നികടത്തിൽ മദീയമാശ്രമം, മകളെ പോരിക അതോർക്ക നിൻ ഗൃഹം. അകളങ്കമിവണ്ണമോദി എന്നകമൊട്ടാറ്റി പിതൃപ്രിയൻ മുനി. അച്ഛനെപ്പോലെ എൻ്റെ പിറകിൽ വന്ന് നിന്നിട്ട് എന്നെ തലോടിയിട്ട്, പൊന്നുമക്കളെ നീ പേടിക്കണ്ട, നീ പേടിക്കരുത്, നിന്റെ അടുക്കൽ എൻ്റെ ആശ്രമമുണ്ട്, നീ അങ്ങോട്ട് വാ, അത് നിന്റെ വീടാകുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഉള്ളിലെ താപത്തെ ആറ്റി പിതൃപ്രിയൻ മുനി വാൽമീകി മഹർഷി. എന്നിട്ട് ഈ മഹർഷീൻ്റെ ക്വാളിറ്റീസിനെ പറ്റി പറയും. ആ മഹർഷിയെ പരിചരിക്കുന്ന അമ്മമാരെ പറ്റി പറയും. തരുപക്ഷി മൃഗങ്ങളോടും ഇന്ന് അരരോടും സുരരോടുമെന്നുമേ ഒരു മട്ടുള്ളിവരുള്ളിലെന്തും സരള സ്നേഹരസം നിനപ്പു ഞാൻ. ആ ആശ്രമത്തിലെ അമ്മമാരെ പറ്റി പറയും. കനിവിന്നുറവായി വിളങ്ങുമീ വനിതാ മൗലികളോടെ വേഴ്ചയാൽ അനിവാര്യ വിരക്തി രൂക്ഷരാം മുനിമാർ ആർദ്രതയാർന്നിരുന്നിടാം എന്ന് കുമാരനാശാൻ എഴുതി വയ്ക്കും. സത്യത്തിൽ ഈ ആർദ്രതയൊന്നും ആവിഷ്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള സന്യാസം കുമാരനാശാൻ പഠിച്ചിട്ടുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. വിമർശകന്മാർ അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ പിതൃപ്രിയൻ മുനി പിന്നിൽ വന്ന് നിൽക്കുന്നതും, ഈ മുനി വാൽമീകി മഹർഷി തൊടുമ്പോൾ സീത തൻ്റെ എല്ലാ ദുഃഖങ്ങളെയും മറക്കുന്നതും, ചരിത്രപരമായി
ചിന്താവിഷ്ടയായ സീതയിൽ ആവിഷ്കരിക്കാൻ കുമാരനാശാൻ എവിടുന്നേ കരുത്ത് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ പിറകിൽ മലയാള സാഹിത്യത്തിൽ ഒരു സംവാദം കൂടി പറഞ്ഞു വയ്ക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പണ്ട് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഈ കേരളത്തിലെ എല്ലാ കവികളെയും മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളായി സാമ്യപ്പെടുത്തിക്കൊണ്ടൊരു പുസ്തകം എഴുതിയിരുന്നു, കവിഭാരതം എന്ന പേരിൽ. പക്ഷെ ആ പുസ്തകത്തിൽ സവർണപക്ഷ കവികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊരു വിമർശനം രൂപപ്പെട്ടു. താൻ ഇങ്ങനെ ഒരു കവിത എഴുതുകയാണ്, ഇതിൽ പേരു ചേർക്കാൻ താല്പര്യമുള്ളവർ തന്നെ അറിയിക്കണമെന്ന് പരസ്യവും അദ്ദേഹം കൊടുത്തിരുന്നു. ഈ പുസ്തകം അപൂർണമാണെന്നും കേരളത്തിൽ കവിത എഴുതുന്ന പലരും ഇതിൽ വന്നിട്ടില്ലെന്നും അവരെ ഇതിൽ ഉൾപ്പെടുത്താത്തത് ജാതിഭേദത്തോടുകൂടിയാണെന്നും കാണിച്ചുകൊണ്ട് മലയാളത്തിലെ പല പ്രമുഖരായ എഴുത്തുകാരും കൊടുങ്ങല്ലൂരിനോട് വിയോജിച്ചുകൊണ്ട് കത്തെഴുതുകയുണ്ടായി. അക്കൂട്ടത്തിൽ ഒരാൾ മുലൂർ പത്മനാഭ പണിക്കരാണ്. അപ്പോൾ കൊടുങ്ങല്ലൂർ പറഞ്ഞത്, ഞാനിത് തിരുത്തും, ഇതിലെ പാകപ്പിഴകൾ പരിഹരിച്ച് ഞാൻ പുസ്തകം ഇറക്കും. പക്ഷേ രണ്ടാം പതിപ്പ് പുറത്തു വന്നപ്പോഴും ആ പുസ്തകം ഈ പാകപ്പിഴകളെ പരിഹരിച്ചതേയില്ല. അപ്പോൾ കേരളത്തിൽ വലിയ ചർച്ചകൾ രൂപപ്പെട്ടു. മുലൂർ അതിനൊരു മറുപടി കവിത എഴുതി, നിങ്ങൾ സവർണപക്ഷ കവികളെ, ജീവിതത്തിൽ ഒരു കവിത പോലും എഴുതാത്തവരെ മഹാഭാരത കഥാപാത്രങ്ങളായി സാമ്യപ്പെടുത്തിക്കൊണ്ട് കവിഭാരതം എഴുതുമെങ്കിൽ ഞാൻ മറ്റൊരു പുസ്തകം എഴുതും, താങ്കൾ ഉപേക്ഷിച്ച കവികളെ വെച്ചുകൊണ്ട് കവിരാമായണം എഴുതും. എൻ്റെ കവിരാമായണത്തിൽ വാൽമീകി ഉണ്ടാവും, എൻ്റെ രാമായണത്തിൽ രാമനുണ്ടാവും, ലക്ഷ്മണനുണ്ടാവും, ഹനുമാനുണ്ടാവും. താങ്കൾ ഉപേക്ഷിച്ച കവികളിൽ ഒരാൾ ശ്രീനാരായണ ഗുരുവാണ്. താങ്കൾ ഉപേക്ഷിച്ച കവികളിൽ ഒരാൾ വെളുത്തേരി കേശവൻ വൈദ്യരാണ്. താങ്കൾ ഉപേക്ഷിച്ച കവികളിൽ ഒരാൾ കുമാരനാശാനാണ്. അന്ന് പക്ഷെ ആശാൻ ഇത്രത്തോളം പ്രസിദ്ധനല്ല. അദ്ദേഹം കവിരാമായണം എഴുതി. കവിരാമായണത്തിൽ ഏറ്റവും വലിയ കവിയായി അദ്ദേഹം എഴുതി വെച്ചത് ശ്രീനാരായണ ഗുരുവിന്. ശ്രീനാരായണ ഗുരുവിന് അദ്ദേഹം കൊടുത്ത പൊസിഷൻ മറ്റൊന്നുമല്ല, വാൽമീകിയുടെ പൊസിഷനാണ്. ഇങ്ങനെയാണ് ആ വരികൾ. ഇക്കാണും ജംഗമസ്ഥാവര നിഖില പദാർത്ഥങ്ങൾ നിത്യങ്ങളല്ലെന്നുൾക്കാമ്പിൽ തീർച്ച ചെയ്തും ചിലകുറി കവിതാശക്തിയിൽ സക്തനായും ചിൽക്കാരുണ്യം ലഭിപ്പാൻ കരുതിയും ഉടനെ മൗനമേന്തും ശിവശ്രീ ഭക്തൻ നാരായണ സ്വാമികൾ സുഹൃതി ശിരോമണി മൗലി വാൽമീകി അത്രേ. ഈ വാൽമീകിനെയാണ് മെല്ലെ കവിരാമായണത്തിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് കുമാരനാശാൻ ചിന്താവിഷ്ടയായ സീതയിൽ കൊണ്ടുവച്ചതെങ്കിൽ ഈ സാക്ഷാൽ ശ്രീനാരായണ ഗുരുവിനെ തന്നെയാണ് ചണ്ഡാല ഭിക്ഷുകിയിലെ ജാതി മർദ്ദനത്തിനെതിരെയുള്ള ജലത്തിന്റെ രാഷ്ട്രീയം പറയുമ്പോഴും കുമാരനാശാൻ എടുത്തു വയ്ക്കുന്നത്. പൃഥക് ജാതി പരിച്ഛിന്ന വ്യക്തീനാം മൂർത്തിരാകൃതി സ്വരോ ഗന്ധോ രസസ്പർശ പൃഥക് 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 അപേക്ഷ്യതേ എന്ന് ശ്രീനാരായണ ഗുരു എഴുതിയിട്ടുണ്ട്. വെവ്വേറെ ജാതികളായി വ്യക്തികളെ വിഭാഗിക്കപ്പെടുമ്പോൾ അവരുടെ ശരീരം, രൂപം, സ്വരം, ഗന്ധം, രസം, സ്പർശം എന്നിവയും വെവ്വേറെയായി കാണപ്പെടുന്നു. അല്ലയോ മുനെ, അങ്ങ് എന്നോട് കുടിനീര് ചോദിക്കുന്നു. അങ്ങ് ചോദിക്കുന്നത് ഈ ചാമരജാതിയിൽ പിറന്ന നീചനാരിയോടാണെന്നുള്ള ബോധ്യം അങ്ങയ്ക്കുണ്ടോ? സ്വാമി തിരിച്ചു പറയണത്, ജാതിയോ? ഞാൻ നിന്നോട് ജാതി ചോദിച്ചില്ലല്ലോ. നീ പറയുന്ന ജാതി ഉണ്ടെങ്കിൽ കുടിനീരിനും ജാതിയുണ്ട്. നീ പറയുന്ന ജാതിയുണ്ടെങ്കിൽ രസത്തിന് ജാതിയുണ്ട്, ഗന്ധത്തിന് ജാതിയുണ്ട്, സ്വരത്തിന് ജാതിയുണ്ട്, സ്പർശത്തിനും ജാതിയുണ്ട്. ഞാൻ നിന്നെ തൊടുമ്പോൾ നിന്റെ ശരീരം, നിന്റെ ജന്മം, നിന്റെ സത്ത തകർന്നു പോകുന്നുണ്ടോ? ഇല്ലല്ലോ. ഈ ചരിത്രപരമായിട്ടുള്ള ബോധ്യത്തെ ചണ്ഡാല ഭിക്ഷുകിയിലേക്ക് കുമാരനാശാൻ സന്നിവേശിപ്പിച്ചു എന്നതിനെ മനസ്സിലാക്കിയാലല്ലാതെ ചെമ്പഴന്തിയിൽ ഇത് നടക്കുന്നതിൻ്റെ രഹസ്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഒരുപക്ഷെ ചണ്ഡാല ഭിക്ഷുകിയിൽ ഗുരുവില്ല, പക്ഷെ ചണ്ഡാല ഭിക്ഷുകിയിൽ ഗുരു ഉണ്ട്. ഈ ഗുരു ഉണ്ട് ഉള്ളതിനെ ഗുരുവിജ്ഞാനീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ പെണ്ണ് അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. മുനി നടന്നുപോയി. നടന്നേ പോകുന്ന അവസരങ്ങളിലൊക്കെയും കുമാരനാശാൻ ജലം കൊണ്ട് തന്നെയാണ് അതിനെ നിർമ്മിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇവിടുത്തെ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാനത് വിശദീകരിക്കുന്നില്ല.
അതിൽ നദിയെപ്പറ്റി പറയും. നടന്നു പോകുന്ന അവസ്ഥകളിലൊക്കെയും ഓരോ വരിയിലും വെള്ളം വെള്ളം വെള്ളമെന്ന് കുമാരനാശാൻ ആവിഷ്കരിക്കുന്നുണ്ട്. അഞ്ജലി തന്നിൽ അർപ്പിച്ചു തന്മുഖ കഞ്ചം ഭിക്ഷു കുനിഞ്ഞു നിന്നാർത്തിയാൽ വെള്ളിക്കമ്പി കണക്ക് തെളിഞ്ഞതിനുള്ളിൽ വീഴും കുളിർവാരി തൻപൂരം പാവനം നുകരുന്നു തൻ ശുദ്ധമാം ഭാവി വിജ്ഞാനധാര എന്നോർക്കയാൽ. ഓരോ ഈരടിയിലും കുമാരനാശാൻ കൊടുക്കുന്നത് വെള്ളത്തിന്റെ പര്യായങ്ങളെ കൊടുത്ത് ഫൽഗുതീരത്തരയാൽ തണലിൽ തൻ സദ്ഗുരുവായ മാരജിത്ത് എന്ന പോൽ ഫൽഗുതീരത്തെപ്പറ്റി ബുദ്ധഗയയ്ക്ക് സമീപം ഒഴുകുന്ന നിരഞ്ജന എന്നു പേരുള്ള നദീനെ പറ്റിയൊക്കെ പറഞ്ഞു ഓരോ വരിയിലും ജലത്തിന്റെ അനന്തമായ പര്യായങ്ങൾ കൊടുത്തിട്ട് സാമൂഹിക ചക്രവാളത്തിന്റെ ഉള്ളിലിരിക്കുന്ന ജാതിയുടെ കറയെ കഴുകിക്കളയുന്ന ഒരു മഹാകൃതിയായി ചണ്ഡാല ഭിക്ഷുകിയെ കുമാരനാശാൻ വികസിപ്പിച്ചെടുത്തു. അവൾ തൻ്റെ പ്രിയപ്പെട്ട മുനിയെ അന്വേഷിച്ച് യാത്ര ആരംഭിച്ചു. അയാൾ പതിച്ചു വെച്ച കാലടിപ്പാടിൽ അവളൊന്ന് ചുംബിക്കുന്നുണ്ട്. അന്ന് ഒരുപാട് വിമർശകർ പറഞ്ഞു, അങ്ങ് ലക്ഷ്മി സരസുവിൻ്റെ ബുദ്ധചരിതത്തിൽ നിന്ന് ഈ കവിത എടുത്തു, ഈ കണ്ടന്റ് എടുത്തു. പക്ഷേ ലക്ഷ്മി സരസു പറയാത്ത ഒരു കാര്യം അങ്ങ് പറഞ്ഞല്ലോ. ഈ നീചനാരിക്ക് ആ ബുദ്ധഭിക്ഷുവിനോട് പ്രണയമുണ്ടായത് എപ്പോഴാണ്? ചരിത്രത്തിൽ അങ്ങനെ ഒരു പ്രണയമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആശാൻ അതിന് മറുപടിയൊന്നും പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. സത്യത്തിൽ ആശാൻ ഒരു ഉഗ്ര പ്രണയതാവായിരുന്നു. ആശാനോട് ഒന്നിടപെട്ടാൽ പ്രണയിച്ചു പോകാൻ കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് ആശാന്റെ പ്രതിഭയുടെ കരുത്ത്. അതിനെപ്പറ്റിയിട്ട് മലയാള സാഹിത്യ ചരിത്രം വേറെ അന്വേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആശാന്റെ പ്രണയം മാംസനിബദ്ധമായിരുന്നില്ല എന്ന തരത്തിലുള്ള വായനകൾ നമ്മുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. അവൾ ആനന്ദ ഭിക്ഷുവിനെ തേടി ആ സാക്ഷാൽ ബുദ്ധ ഭഗവാന്റെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. ബുദ്ധൻ അവളെ സ്വീകരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് കയറ്റുന്നു. അപ്പോൾ ഈ നാട്ടിലെ ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും അത് അസഹ്യമായ ഒരനുഭവമായി മാറുന്നു. അവർ പ്രസേനജിത്ത് രാജാവിൻ്റെ മുന്നിൽ എത്തിച്ചേരുന്നു. പ്രസേനജിത്ത് രാജാവ് ബുദ്ധൻ്റെ അടുക്കൽ വന്നിട്ട് അങ്ങ് ചെയ്തത് ന്യായമോ എന്ന ചോദ്യം ഉന്നയിക്കുന്നു. ആ ന്യായാന്യായങ്ങളെ വിചാരണ ചെയ്തുകൊണ്ട് ബുദ്ധൻ പറയുന്ന മറുപടികളുണ്ട്. ഒരുപക്ഷെ അത് അന്നത്തെ കേരള സാഹചര്യത്തിൽ മാത്രമല്ല, ഇന്ത്യൻ സാഹചര്യത്തിലും ഏറ്റവും വലിയ മുദ്രാവാക്യങ്ങളായി വികസിച്ച് വന്നത് നമുക്ക് കാണാൻ പറ്റും. യാഗാഗ്നി പോലെ ശമിതൻ ഖണ്ഡ യോഗത്തിൽ നിന്നോ ജനിപ്പു. അജാതി രക്തത്തിലുണ്ടോ? അസ്ഥിമജ്ജ ഇതുകളിലുണ്ടോ? രാജാവേ പറ. ചണ്ഡാലിതന്റെ മെയ് ദ്വിജന്റെ ബീജപിണ്ഡത്തിന് ഊഷരമാണോ? പുണ്ഡ്രമോ പൂണുനൂൽ ദാനോ ശിഖാഷണ്ഡമോ ജന്മജമാണോ? അങ്ങ് പറയുന്നുണ്ടല്ലോ, പൂണൂൽധാരികളായ ചിലർ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഇത് ന്യായമോ? ഈ പെണ്ണിനെ, ഈ ചണ്ഡാലിയെ അങ്ങ് ആര്യ സംസ്കാരമുള്ള ഒരാശ്രമത്തിലേക്ക് കൊണ്ടുവരുന്നത് ന്യായമോ? സന്യാസത്തിനും ആശ്രമ വ്യവസ്ഥയ്ക്കും ഈ നാട്ടിൽ ഒരു ചട്ടമുണ്ടല്ലോ, ആ ചട്ടത്തിൻ്റെ ലംഘനമല്ലേ ഇത് ന്യായമോ എന്നുള്ള ചോദ്യത്തിന് മുനി മറുപടി പറയുക, ബുദ്ധൻ മറുപടി പറയുക. ബുദ്ധൻ പറഞ്ഞ ഈ മറുപടിയെ നമ്മളാരും കണ്ടിട്ടില്ല. ബുദ്ധൻ മറുപടി പറഞ്ഞതിനെപ്പറ്റി നമ്മളാരും കണ്ടിട്ടില്ല, കേട്ടിട്ടുണ്ട്, ചരിത്രത്തിലുണ്ട്. മിത്ത് ആൻഡ് റിയാലിറ്റിയിലൊക്കെ അതിനെപ്പറ്റിയിട്ട് വലിയ വലിയ വിശദീകരണങ്ങളുണ്ട്. ബുദ്ധചരിതത്തിൽ ദ ലൈറ്റ് ഓഫ് ഏഷ്യയിലൊക്കെ ആ മട്ടിലുള്ള വലിയ വിവരണങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഹെർമൻ ഹെസ്സയുടെ സിദ്ധാർത്ഥയിൽ പോലും ഈ നിലവാരത്തിലുള്ള അതിസാന്ദ്രമായ വർണ്ണനകളുണ്ട്. പക്ഷെ ഈ മട്ടിലുള്ള ചോദ്യം ചെയ്യൽ പറയുമ്പോൾ പുണ്ഡ്രമോ പൂണുതൂൽദാനോ ശിഖാഷണ്ഡമോ ജന്മമതാണോ? ജനിക്കുമ്പോ കൊണ്ടുവരണതാണോ പൂണൂൽ? അത് ഇടുന്നതല്ലേ? അത് ആരോപിതമല്ലേ? അങ്ങനെ ആരോപിച്ചിട്ട് ഒരു മനുഷ്യനെ മറ്റൊന്നിൽ നിന്ന് ഭേദപ്പെടുത്തുന്ന വ്യവസ്ഥയ്ക്കു വേണ്ടി അങ്ങ് എന്റെ മുന്നിൽ വന്നിരിക്കുന്നത് ന്യായമോ രാജാവേ എന്ന് ബുദ്ധൻ ചോദിച്ചത് ഇത്രമേൽ റിയലിസ്റ്റിക്കായി കുമാരനാശാൻ എഴുതാൻ എവിടെ നിന്നാണ് കരുത്ത് കിട്ടിയത്? ആ കരുത്ത് കാണിച്ച മഹാപ്രഭു മറ്റാരുമല്ല. കുമാരനാശാൻ ഇത് എഴുതുമ്പോൾ പിറകിൽ ആ കക്ഷി ഇരിപ്പുണ്ട്. അത് ശ്രീനാരായണ ഗുരുവാണ്. ഗുരുവാണ് അക്കാലത്തിരുന്നിട്ട് തമ്പുരാക്കന്മാരെ ചോദ്യം ചെയ്ത, അക്ഷോഭ്യനായി ചോദ്യം ചെയ്ത മഹാബുദ്ധൻ.
ഇത് കുമാരനാശാൻ കണ്ടോണ്ടിരിക്കുക. ഇത് കുമാരനാശാന്റെ പ്രാക്ടീസാണ്. ഈ ഹിസ്റ്ററി ബിയോണ്ട് സോഷ്യൽ തിയറി എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട് ലിൻ ഹണ്ടിൻ്റെ. ആ ഒരു വാക്യം ഞാനിവിടെ ഉദ്ധരിക്കാം. ഐ മീൻ ദ ഇൻസിസ്റ്റൻസ് ദാറ്റ് കൾച്ചർ ഈസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ ആൻഡ് ത്രൂ റെട്ടറിക്കൽ ആൻഡ് നറേറ്റീവ് ആസ് വെൽ എസ് സെമിയോളജിക്കൽ മീൻസ്. നമുക്ക് ചരിത്രത്തെ പല രൂപത്തിൽ ആവിഷ്കരിക്കാം. ഇതിനെ വിശദമായി പറഞ്ഞാൽ ഒരു ഡെഡ് ബോഡി പോലെ നമുക്ക് ചരിത്രത്തെ ആവിഷ്കരിച്ചു വയ്ക്കാം. ഇപ്പം ചണ്ടാല ഭിക്ഷുകിയിലെ കഥ ലക്ഷ്മി സരസുവിൻ്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ആശാൻ ഒരു കൊട്ടേഷൻ അവിടെ കൊടുക്കുമ്പോൾ ഇറ്റ്സ് എ ഡെഡ് ബോഡി, അതിന് ജീവനില്ല. നമ്മളത് വായിക്കും, അതിനെ ഫിലോസോഫിക്കലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും, വേണമെങ്കിൽ കുറച്ചൊന്ന് വികസിപ്പിച്ചിട്ട് അതിൻ്റെ അർത്ഥം പറയും, അതിന് സെമിയോളജിക്കൽ സ്റ്റാൻസസ് ഉണ്ട് എന്ന് നമ്മൾ പറയും. പക്ഷേ ഈ സെമിയോളജി അല്ലെങ്കിൽ നമ്മൾ ഉജ്ജ്വലമായ പ്രഭാഷണ രൂപത്തിൽ അതിനെ ആവിഷ്കരിക്കും. പക്ഷേ ഈ പ്രഭാഷണപരതയ്ക്കും ഈ അർത്ഥശാസ്ത്രപരമായ കൽപ്പനയ്ക്കും ഈ ചരിത്രപരതയ്ക്കും ഈ ഡെഡ് ബോഡിക്കും അപ്പുറം ഇതിനൊരു ജീവനുണ്ട്, ഇതിന് ജീവശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട് എന്ന് സൂചിപ്പിക്കാൻ കുമാരനാശാന് ആത്മീയമായ കരുത്ത് കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സാന്നിധ്യം കുമാരനാശാൻ ഇരുന്ന കാലത്തിൻ്റെ വലിയ ചരിത്രത്തെ നിർമ്മിച്ചെടുത്ത ശ്രീനാരായണ ഗുരുവായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ പറഞ്ഞല്ലോ, അഥർവവേദ ഭൈഷജ്യത്തിൽ നിന്ന് വാക്യമെടുത്താൽ ഇതൊരു ചികിത്സയാണ്, ഇതൊരു സാമൂഹിക ചികിത്സയാണ് എന്ന് പറഞ്ഞല്ലോ. ഈ സാമൂഹിക ചികിത്സ ആശാൻ ചണ്ടാല ഭിക്ഷുകിയിൽ മാത്രമല്ല നടത്തുന്നത്. ഒരുപക്ഷെ ദുരവസ്ഥ ആ നിലയിലുള്ള വലിയ സാമൂഹിക ചികിത്സയാണ്. 1978 കേരള സർവകലാശാലയുടെ കുമാരനാശാൻ സ്മാരക പ്രഭാഷണം നടത്താനെത്തിയത് വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. അക്കാലത്തെ മഹാകവി, ഇക്കാലത്തെയും കേരളം കണ്ട ഏറ്റവും വലിയ കവികളിൽ ഒരാൾ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് കാവ്യഭാഷയിൽ മഹാവിപ്ലവം സൃഷ്ടിച്ച മറ്റൊരു മഹാകവി എന്നൊക്കെ നമ്മൾ പറയും. അദ്ദേഹം തൻ്റെ പ്രഭാഷണം ആരംഭിച്ചപ്പോൾ ഇങ്ങനെ ഒരു വാക്യം പറഞ്ഞിരുന്നു: കവിതാ പാരായണം ഒരു കായിക അനുഭൂതി കൂടി ഉളവാക്കും. അത് കേവലം മാനസിക പ്രക്രിയ മാത്രമല്ല. കവിത കേൾക്കുമ്പോൾ മനസ്സ് ആനന്ദിക്കുന്നുണ്ട്. മനസ്സ് രസസിദ്ധാന്തമനുസരിച്ചാണെങ്കിൽ ചിദാനന്ദത്തിലേക്ക് ലയിക്കുന്നുണ്ട്. അത് പക്ഷെ മാനസിക അനുഭവം മാത്രമാണോ കവിത ഉളവാക്കുന്നത്? ശരീരത്തിൻ്റെ ഏതേത് ഭാഗങ്ങൾ കാവ്യപാരായണത്തിൽ പങ്കെടുക്കുന്നു എന്നുകൂടി നിങ്ങൾ ആലോചിക്കേണ്ടതാണ്. കവിത വായിക്കുമ്പോൾ മനസ്സ് മാത്രമല്ല, ശരീരം കൂടി അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നർത്ഥം. എന്നിട്ട് വൈലോപ്പിള്ളി ഇങ്ങനെ പറയും: കവിത വായിക്കുമ്പോൾ അന്തസ്രാവ ഗ്രന്ഥികൾ പ്രവർത്തിക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വേറൊരു രൂപത്തിൽ ഞാൻ മുമ്പ് പ്രഭാഷണങ്ങളിൽ പറയുമായിരുന്നു. അത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു തമാശയായിട്ട് മാറില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. ചില വർഗീയ പ്രഭാഷകന്മാരുണ്ട്. ഞാനിപ്പോൾ അത് ഇസ്ലാമിനെ ഉദാഹരിച്ച് ഞാൻ പറയാം. കുറച്ച് ആളുകൾ മുമ്പിൽ കൂടുകയാണ്. അവരോട് പറയും: പ്രിയപ്പെട്ടവരെ, മക്കളെ, നിങ്ങളൊരു കാര്യം ഓർക്കണം കേട്ടോ. ഇവിടെ കൂടിയിരിക്കുന്ന ഉമ്മമാരെ ഞാൻ പറയുന്നത് നിങ്ങൾ എന്നെ ശ്രദ്ധയോടുകൂടി കേൾക്കണം കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളതിൽ വീണുപോകും. ഞാനിത് പൊളിറ്റിക്കലി പറയുന്നതല്ല കേട്ടോ, ഒരു മനഃശാസ്ത്രം പറയാൻ വേണ്ടി പറയുന്നതാ. ഉമ്മമാരെ, നിങ്ങൾ എന്തു കണ്ടിട്ടാണ് നിങ്ങളുടെ മക്കളെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നത്? അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ലേ, കുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുല്ലഹു കുഫുവൻ അഹദ്. വേണമെങ്കിൽ ഞാനിപ്പോൾ ശിവഗിരിയിൽ നിസ്കരിച്ചതിനെ ചൊല്ലിയിട്ട് 2 വാദങ്ങളുണ്ട്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഞാൻ ഇപ്പോൾ അത് ഗുരുവിൻ്റെ ഒരു വലിപ്പമായിട്ടാണ് ഞാൻ കാണുന്നത്. വെള്ളിയാഴ്ച ദിവസമാണ്, സച്ചിദാനന്ദ സ്വാമിയോട് സംസാരിച്ചു. സ്വാമിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളിയാഴ്ച ദിവസം പള്ളിയിൽ പോയി നിസ്കരിക്കും. അന്ന് വെള്ളിയാഴ്ച 2, സാധാരണ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 4 റക്അത്താണ് നിസ്കാരം, 4. പക്ഷേ വെള്ളിയാഴ്ച ദിവസം 2 ഉള്ളൂ. ബാക്കി 2 ഖുത്തുബയാണ്, പ്രഭാഷണം. അത് പ്രവാചകൻ മിമ്പറിൽ കയറി നിന്ന് പ്രസംഗിക്കുന്ന പോലത്തെ സംഗതിയാണ്. അപ്പോൾ സ്വാമിയോട് സംസാരിച്ച് സ്വാമിയും സമയം പോയത് അറിയണില്ല, ഞാനും സമയം പോയത് അറിയണില്ല. അപ്പം സമയം ഏതാണ്ട് ഒരു 1:30 ആവാറായപ്പോൾ സ്വാമിയോട് ഞാൻ പറഞ്ഞു, സ്വാമി പള്ളിയിലൊന്ന് പോകണം. അപ്പോൾ സ്വാമി പറഞ്ഞു, അതിനെന്താ എവിടെ നിസ്കരിക്കാമല്ലോ. അപ്പോൾ വെള്ളിയാഴ്ചയാണ്, അത് പള്ളിയിലാണ് നിസ്കരിക്കേണ്ടത്. സ്വാമി പക്ഷെ അതിനു മുമ്പ് തന്നെ അതിനെന്താ പർണശാല നിസ്കരിക്കാമല്ലോ.
സ്വാമി അവിടെ എത്തുന്നു, പായ എടുക്കുന്നു, വിരിക്കുന്നു. സത്യത്തിൽ എന്നോട് ആദ്യം നിസ്കരിക്കാൻ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമിയാണെന്ന് ഞാൻ കണ്ടു. പിന്നെല്ലാം ഞാൻ കാണുന്ന ഗുരു എന്നോട് പറയാണ്, സിദ്ദീഖ് നിങ്ങളിവിടെ നിസ്കരിച്ചാൽ മതി. പിന്നെ ഞാൻ ഗുരുവിനെ കാണുന്നുള്ളൂ. അപ്പോൾ എനിക്ക് നിസ്കാരത്തിന് മുമ്പ് ശരീരം ശുദ്ധി ചെയ്യണം സ്വാമി. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതാ ഇവിടെ ജലമുണ്ടല്ലോ, ഈ ജലം കാട്ടിത്തരിക, കഴുകൂ, വധു ചെടുക്കൂ. എന്നിട്ട് ഞാൻ പുറത്തിറങ്ങിയിട്ട് വധു എടുത്തിട്ട് പിന്നെ കയറി നിസ്കരിക്കും. ഞാൻ ഗുരുവിനെ മാത്രമേ കാണുന്നുള്ളൂ. നിസ്കരിക്കുമ്പോഴും ഗുരുവിനെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ജീവിതത്തിൽ എനിക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടുമ്പോൾ ഞാൻ എന്തിനീ ഭാഗ്യത്തെ നിഷേധിക്കണം? എനിക്കിപ്പോൾ പള്ളിയിൽ എപ്പോഴാണേലും പോയി നിസ്കരിക്കാം, പക്ഷെ എൻ്റെ ഗുരുവിൻ്റെ അടുത്തിരുന്ന് നിസ്കരിക്കാൻ എനിക്ക് ജീവിതത്തിൽ ഇത് ആദ്യമായിട്ടൊരു അവസരം കിട്ടുകയാണ്. ഏറ്റവും പരമമായ നിർവൃതിയോടുകൂടി ഒരു വിഭാഗീയതയുമില്ലാതെ ഞാൻ ഗുരുവിൻ്റെ മുന്നിൽ നിന്ന് നിസ്കരിച്ചു. എനിക്കറിയാം ഞാൻ നിസ്കരിക്കുമ്പോൾ ഗുരു എൻ്റെ ശിരസിൽ ഒരു പക്ഷേ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കും, നിന്നെ ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു, സ്നേഹത്തോടു കൂടി സമാശ്വാസത്തോടു കൂടി. ഞാൻ എങ്ങനെ നിസ്കരിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ ചില ആശാന്മാർ പറഞ്ഞത്, വെള്ളിയാഴ്ച ദിവസത്തെ നിസ്കാരത്തെ അവൻ കൊണ്ട് അശുദ്ധമാക്കിയിരിക്കുന്നു, അവനെ വെറുതെ വിടാൻ പാടുണ്ടോ? അവനെ നമ്മൾ ശരിപ്പെടുത്തണ്ടേ? അവൻ ഇങ്ങനെ ചെയ്തത് തെറ്റല്ലേ? അവൻ ജുമാ നിസ്കാരം ശിവഗിരിയിൽ പോയി നിസ്കരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ഈ മട്ടിലുള്ള വാദഗതികൾ ഉന്നയിക്കുമ്പോൾ ചിലരുടെ തലച്ചോറുകൾ പ്രകമ്പനം കൊള്ളും. ചില വർഗീയ പ്രസംഗങ്ങളിൽ ചിലർ പറയുന്നതുമ്മ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ വെറുതെ വിട്ടിരിക്കുകയാണോ? ആ മക്കളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ, ആയുധമെടുക്കാൻ. അള്ളാഹു നമ്മളെ അങ്ങനെയാണല്ലോ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാന്റെ അള്ളാഹുവിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രതിജ്ഞാബദ്ധരായി തീരേണ്ടതല്ലേ? ഇത് പറയുമ്പോൾ സത്യത്തിൽ 1% ആളുകളുടെ ടെമ്പറൽ ലോബിരുന്ന് കിടുങ്ങാൻ തുടങ്ങും. പിന്നെ പിടിവിട്ടാ പോക്ക, അത് ആ വഴിക്ക് അതങ്ങ് സ്പന്ദിച്ചങ്ങ് പോകും. അപ്പോൾ നമ്മൾ മറുവശത്ത് നിന്ന് പ്രസംഗിക്കും, കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ഗുരുദേവൻ അനുകമ്പാദശകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം നിങ്ങൾ ഓർക്കണം കേട്ടോ. എൻ്റെ നാട്ടിൽ എന്നെ ആക്ഷേപിച്ച് ചില ആശാന്മാർ കേട്ടോണ്ട് നിൽക്കും. എല്ലാവരും ഒന്നുമല്ല കേട്ടോ, 99% ആളുകൾ എന്നെ ചുംബിച്ചു. 1% കൃമികൾ എവിടെയുമുണ്ട്. ഈ 1% കൃമികൾ കേൾക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, എൻ്റെ മുന്നിൽ ഗുരു ഉണ്ടായിരുന്നു കേട്ടോ. അനുകമ്പാദശകത്തിൽ ഗുരു ഒരു വരി എഴുതി വച്ചിട്ടുണ്ട്, കരുണാവാൻ നബി മുത്തുരത്നമോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി നിങ്ങൾ പറയണ അള്ളാഹുവിനെ പറ്റി, ഇസ്ലാം മതത്തെപ്പറ്റി എത്രയോ മനുഷ്യർ ആക്ഷേപിച്ചു പറയുന്ന സന്ദർഭത്തിലും എൻ്റെ ഗുരു ഉണ്ടല്ലോ. ആ ഗുരു ശിവഗിരിയിൽ ഇരുന്നു കൊണ്ട് അനുകമ്പാദശകത്തിലെ വരി എഴുതുമ്പോൾ തൻ്റെ അടുക്കലിരിക്കുന്ന സുഹൃത്തായ അബ്ദുൽ അസീസ് മൗലവിയിനോട് പറയണുണ്ട്, കാരുണ്യത്തിൻ്റെ ദൈവമായ അള്ളാഹുവിൻ്റെ ആ റസൂലിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്, റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാന ശംസു വൽ ഖമറു ബിഹുസ്ബാൻ. ആ ദൈവസങ്കല്പത്തിൻ്റെ സെക്യുലർ മോഡ് ഓഫ് ഫാബ്രിക്കിനെ പറ്റിയിട്ട് നമ്മളെ പഠിപ്പിച്ച ലോകത്തിലെ ഏറ്റവും വലിയ ഗുരുവിൻ്റെ നിക്കടത്തിൽ ഇരുന്ന് സത്യത്തിൽ നിസ്കരിക്കാൻ കിട്ടിയ അവസരത്തെ ഞാൻ എന്തിന് പാഴാക്കണം? ഞാൻ എന്തിന് നിഷേധിക്കണം? അതിനർത്ഥം ഞാൻ ശിവഗിരിയിൽ തെറ്റ് ചെയ്തെന്നോ ഞാൻ നിസ്കാരത്തെ പാഴാക്കിയെന്നോ ഒന്നുമല്ല. ഈശ്വരനിലേക്കുള്ള മാർഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഗുരു പറയുന്നുണ്ടല്ലോ, മതം ഒരു പ്രമാണമല്ല, മതത്തിന് വ്യക്തിയാണ് പ്രമാണം എന്ന് പറഞ്ഞിട്ട് നാം എത്തിച്ചേരുന്നത് ഒരേ ലക്ഷ്യത്തിലേക്ക് തന്നെ എന്ന് പറയുന്ന സാന്ദ്രമായ ആ സംബോധനയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ 2 തരത്തിലെ പ്രഭാഷണം 2 തരത്തിൽ നമ്മുടെ ടെമ്പറൽ ലോബിൽ മാറ്റങ്ങൾ വരുത്തുന്നത് പോലെ വൈലോപ്പിള്ളി പറയുകയാ, കവിത വായിക്കുമ്പോൾ നമ്മുടെ അന്തസ്രാവ ഗ്രന്ഥികൾ പ്രവർത്തിക്കും. അപ്പോൾ കവിത വായിക്കാത്തവർക്ക് എന്തായിരിക്കും സംഭവം? അവരുടെ അന്തസ്രാവ ഗ്രന്ഥി പ്രവർത്തിക്കില്ല. അവർക്ക് ചിലപ്പോൾ വളരെ പെട്ടെന്ന് അസുഖം വരും. അതുകൊണ്ട് സാവിത്രി എന്ന് പറയുന്ന കവിതയിൽ വൈലോപ്പിള്ളി പറയും, നമ്മൾ രോഗികളെ പരിചരിക്കണം. എങ്ങനെ പരിചരിക്കണം? അൻപ് കൊണ്ട് പരിചരിക്കണം, സ്നേഹം കൊണ്ട് പരിചരിക്കണം. രോഗികൾക്ക് കൊടുക്കേണ്ട ഏറ്റവും ആദ്യത്തെ ഔഷധം നമ്മൾ ഈ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന സാധനമല്ല. അതുകൊണ്ടാണ് 2 ഡോക്ടർ ഒരേ മരുന്ന് തരുമ്പോൾ നമ്മൾ പറയണത് മറ്റേ ഡോക്ടർ തന്ന മരുന്ന് കൂടുതൽ ഭരിച്ച്. 2 ഒരേ ക്വാളിറ്റി ഓഫ് മരുന്ന് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് മരുന്നാണ്. പക്ഷേ ഈ ഡോക്ടർ കുറച്ച് അൻപും കൂടെ തരും. അതുകൊണ്ട് അൻപ്, അനുകമ്പ എല്ലാറ്റിനും ഒന്നാണ് അർത്ഥമെന്ന് ഗുരു പറയും. ഗുരു അരുള്, അൻപ്, അനുകമ്പ 3നും പൊരുളൊന്നാണിത് താരകം.
സത്യത്തിൽ എൻ്റെ കാഴ്ചപ്പാടിൽ ജയറാം സാറൊക്കെ ഇവിടെയുണ്ട്, ഞാനവിടെ കല്ലുമൂട്ടിൽ സാറൊക്കെ ഉണ്ട്, ഞാനവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഗുരു ഒരു മന്ത്രമാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഗുരു ഒരു മന്ത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. ആ മന്ത്രത്തിൻ്റെ പേര് അരുളുള്ളവനാണ് ജീവി, 9 അക്ഷരേ ഉള്ളൂ എന്ന നവാക്ഷരി ഉരുവിട്ടിയിടുക. ഈ നവാക്ഷരി എന്ന് ഗുരു പറയും. അരുള് ഉള്ളവനാണ് ജീവി. അപ്പോൾ 9 ഈ 9 അക്ഷരത്തെ ഉരുവിട്ടോണ്ടിരിക്കുക രാവിലെ. അരുളുള്ളവനാണ് ജീവി, അരുളുള്ളവനാണ് ജീവി. ഈ അരുളുള്ളവനാണ് ജീവി എന്ന നവാക്ഷരിയെ നമ്മൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മൾ അരുളുള്ളവരായി മാറുമെന്നും, ഈ അരുളാണ് നമ്മളെ ഈ പ്രപഞ്ചത്തിൽ നിലനിർത്തുന്ന ഏറ്റവും വലിയ അവകാശമെന്നും പറയുന്ന ആ സ്ഥിതപ്രജ്ഞതയുടെ ഒരു കരുത്ത് കവിതയിലുണ്ട് എന്ന് കുമാരനാശാനെ വായിച്ചപ്പോൾ വൈലോപ്പിള്ളിക്ക് തോന്നി. അതുകൊണ്ട് വൈലോപ്പിള്ളി കുമാരനാശാനെ പറ്റി പറഞ്ഞു, ആശാന്റെ കവിതയിലെ ഔഷധവിദ്യ ആശാൻ അനുഭവിച്ച ദുഃഖത്തിൽ നിന്ന് ആശാൻ രൂപപ്പെടുത്തിയെടുത്തതാണ്. വീണപൂവിനെ പറ്റി പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിനൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ കൂട്ടുകാരി മരണപ്പെട്ടു പോയി ചെറുപ്പത്തിലെ. ആ മരണത്തെ തൻ്റെ ഉള്ളിൽ എവിടെയോ ഒളിപ്പിച്ചു വെച്ചിട്ട് വീണപൂവിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ വേദനയെ ആശാൻ കൊണ്ടുവന്നു. അത് നളിനിയിലും ലീലയിലും ആശാന്റെ ഉള്ളിൽ മരണത്തിൻ്റെ പ്രതീകമായി വികസിപ്പിച്ചു. ഗുരുവിനോടൊപ്പം നടക്കുമ്പോൾ താൻ അനുഭവിച്ച ദുഃഖത്തെപ്പറ്റി, സമൂഹത്തിൽ താൻ അനുഭവിക്കുന്ന പീഡയെപ്പറ്റി ഗ്രാമവൃക്ഷത്തിലെ കുയിലിൽ അദ്ദേഹം എഴുതി വെച്ചു. അദ്ദേഹം പ്രജാസഭയിൽ പ്രസംഗിക്കുമ്പോൾ കുമാരനാശാന്റെ ഇംഗ്ലീഷിന് കട്ടി പോരാന്നും കുമാരനാശാന്റെ ഇംഗ്ലീഷിന് ഗുണമേന്മ കുറഞ്ഞവരാണെന്നും പരിഹസിച്ചവരുടെ മുന്നിൽ അദ്ദേഹം ഇംഗ്ലീഷിൽ ഡയറി കുറിപ്പ് സ്ഥിരമായി എഴുതിക്കൊണ്ടേയിരുന്നു. ഇദ്ദേഹം വിവേകോദയത്തിന്റെ പത്രാധിപരായിരുന്നു കൊണ്ട് തൻ്റെ സാഹിത്യം വികസിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വിവേകോദയത്തിന്റെ പുറത്ത് തൻ്റെ സാഹിത്യത്തിന് ഇടപെടൽ ഉണ്ടാക്കിയെടുത്തു. ഇദ്ദേഹത്തിന്റെ കവിത സവർണപക്ഷ കവിതകളുടെ ഒപ്പം നിൽക്കാൻ കരുത്തില്ലാത്തതാണെന്ന് ചിലർ പറയുമ്പോൾ, കവിത എഴുതിക്കൊണ്ട് കേരളത്തിന്റെ ഏറ്റവും വലിയ കവിയായി അദ്ദേഹം തലപ്പൊക്കം നിന്ന് മുകളിലേക്ക് പോകുമ്പോഴാണ് പല്ലനയാറ്റിൽ അദ്ദേഹം വീണു മരിച്ചത്. സത്യത്തിൽ ഇത്രമേൽ ഐതിഹാസികമായ മരണം മലയാളത്തിൽ ഒരു കവിക്കും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല, ലോക കവിതകളിൽ തന്നെ അപൂർവം കവികൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതിലൊരു പക്ഷേ ഒരാൾ ബൈറനായിരിക്കും. ബൈറൻ തൻ്റെ കൂട്ടുകാരൻ ഷെല്ലീനെ പറ്റിയിട്ടുള്ള ഫ്യൂണറൽ പോയട്രി എഴുതിയിട്ടുണ്ട്. ബൈറൻ മരിച്ചുപോയത് കൊടും യുദ്ധങ്ങളിൽ പങ്കെടുത്തുകൊണ്ടല്ല. കൊടും യുദ്ധങ്ങളിൽ ആയുധം വീശി യുദ്ധമുഖത്ത് നിന്ന ബൈറൻ ഒരു മഴ നനഞ്ഞ് പനി പിടിച്ചാണ് മരിച്ചുപോയത്. ഷെല്ലീനെ പറ്റിയിട്ട് എഴുതുമ്പോൾ, ഒരു ബോട്ട് മുങ്ങി മരിച്ചുപോയ കവീനെ പറ്റി എഴുതുമ്പോൾ, അത് ഫ്യൂണറൽ കാവ്യം എഴുതുമ്പോൾ ഈ കാവ്യങ്ങളുടെ വലിപ്പത്തെ പറ്റിയിട്ടൊക്കെ ആശാൻ സംസാരിച്ചു കൊണ്ടിരുന്നു. ഐതിഹാസികമായ മരണം, ഐതിഹാസികമായ ജീവിതം, നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ധിഷണ, ഉറക്കത്തിൽ പോലും ഗൂഢമായ സാന്ദ്രമായ കവിതയെ സൃഷ്ടിച്ചെടുക്കുന്ന സ്വപ്നങ്ങളുടെ അപാരമായ പ്രതിഭ, ഇതൊക്കെയുള്ള കവനകലയായ കുമാരനാശാനെ വായിക്കുമ്പോൾ മലയാളിയുടെ അന്തസ്രാവ ഗ്രന്ഥി പ്രവർത്തിച്ചില്ലെങ്കിൽ പിന്നെ നിങ്ങൾ മലയാളികളല്ല എന്ന് വൈലോപ്പിള്ളി പറഞ്ഞു വെച്ച ആ വാക്യങ്ങളിൽ നിന്ന് നമുക്കൊരു കാര്യം വായിക്കാൻ പറ്റും. കുമാരനാശാൻ കവിത എഴുതിയ 922 പോലുള്ള കാലങ്ങളില്ലേ, ഈ ചണ്ടാല ഭിക്ഷുകിയും ദുരവസ്ഥയും ഒക്കെ വന്ന 22-23 കാലത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അക്കാലത്താണ് നോസോഡ്സ് എന്ന് പറയുന്ന ഹോമിയോപ്പതിയിലെ ഔഷധങ്ങൾ വികസിപ്പിക്കപ്പെടുന്ന ഒരു കാലം. നോസോഡ്സ് എന്നാ പറയുക. എവിടെ നിന്നാണ് നമുക്ക് ഔഷധങ്ങളെ കിട്ടുക? ഹോമിയോപ്പതി പറയണത് ശരീരത്തിനുള്ളിൽ നിന്നാണ്. മിയാസ്മാസ് എന്ന് പറയണ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിനുള്ളിലുണ്ട്. പക്ഷെ ഈ രോഗാണുക്കളെ പ്രതിരോധിക്കുന്ന രോഗശക്തിയും ഔഷധ ശക്തിയും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ആ ഔഷധ ശക്തിയെ നമ്മൾ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അതിന് ഹാനിമാൻ പറയണത് വൈറ്റാലിറ്റി എന്നാണ്. ഇനി ഈ രോഗത്തെ പ്രതിരോധിക്കുന്ന രോഗമരുന്ന് എവിടെ നിന്ന് വികസിപ്പിക്കും? അത് രോഗാണുവിൽ നിന്ന് തന്നെ വികസിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹം ഡിഫ്തീരിയ ഉള്ള രോഗിക്ക് കൊടുക്കുന്ന മരുന്നിനെ ഡിഫ്തീരിയ ഇല്ലാത്തൊരു രോഗിക്ക് കൊടുത്താൽ അയാളിൽ ഡിഫ്തീരിയ ഉണ്ടാകുമെന്ന് പുള്ളി കണ്ടുപിടിച്ചു. അപ്പൊ പനിയുടെ മരുന്ന് പനിയില്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ പനി രൂപപ്പെടും എന്ന വിദ്യ കണ്ടുപിടിച്ചിട്ട് അദ്ദേഹം ക്യൂർ ലൈക്ക് ക്യൂർ എന്ന് പറയുന്ന ഒരു സൂത്രവാക്യം ഉണ്ടാക്കിയെടുത്തു. രോഗമില്ലാത്ത ശരീരത്തിലേക്ക് രോഗത്തെ കുത്തിവെക്കണം. കുത്തിവെച്ചിട്ട് രോഗാണുവിനെതിരെയുള്ള ഔഷധം നിർമ്മിച്ചെടുക്കാൻ പറ്റും.
ഈ പ്രയോഗമാണ് ദുരവസ്ഥയിൽ കുമാരനാശാൻ നടത്തുന്നത്. അന്തർജനത്തെ പിടിച്ചിട്ട് ചാത്തന്റെ കുടിയിൽ കൊണ്ടിരുത്തി. ഹന്ത ചാളയ്ക്കുള്ളിൽ മൂടിവെച്ചൊരു ചന്തമേറിയിടും വദനമല്ലേ, കാണുന്ന നോക്കിൽ പുറംപോള നീങ്ങാതെ ചേണുറ്റുമിന്നുന്ന പൂവ് പോലെ, തറ്റുടു തൂരുമറഞ്ഞ മനോഞ്ചമാമൊറ്റക്കണങ്കാൽ മടക്കി വച്ചിരിക്കുന്ന ഈ അന്തർജനത്തെ, 4 നേരവും ഭക്ഷണം കഴിക്കുന്ന, സർവസുഖത്തോടുകൂടി ജീവിച്ചിരുന്ന, എന്നാൽ പുറത്തിറങ്ങാൻ അവകാശമില്ലാതിരുന്ന അന്തർജനത്തിൻ്റെ തൂവെള്ള ശരീരത്തിലേക്ക് ഒരു ചാളയിലെ പെണ്ണിൻ്റെ ശരീരത്തെ ആശാൻ കുത്തിവെച്ചു. മനസ്സിലായോ? അവളുടെ വസ്ത്രത്തെ ഈ പട്ടുടയാടയുടെ മുകളിലേക്ക് ഒരു കീറത്തുണി പുതപ്പിച്ചു. അവളുടെ ജീവിത സംസ്കാരത്തിന് മുകളിലേക്ക് ഈ നാട്ടിലെ പണിയെടുക്കുന്നവന്റെ കുടിയിലെ ജീവിത സംസ്കാരത്തെ കുത്തിവെച്ചു. ഇത് സത്യത്തിൽ ഒരു ദുർഗ്രഹമായിട്ടുള്ള ഒരു ഒബ്സ്ക്യൂരിറ്റിയാണ്. ഇതൊരു ചികിത്സയാണ്. അങ്ങനെ കുത്തിവെച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് ആശാൻ ചോദിച്ചു. അപ്പൊ ചിലർ പറഞ്ഞു, പാപം പാപം, കുമാരനാശാൻ പാപം ചെയ്തിരിക്കുന്നു. അനുലോമ വിവാഹം നമുക്ക് അംഗീകരിക്കാം, പ്രതിലോമം അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു സവർണ പുരുഷന് അവർണ പെണ്ണിനെ എന്തും ചെയ്യാം. പക്ഷേ ഒരു സവർണ പെണ്ണിനെ അവർണ പുരുഷൻ കണ്ടുപോലും കൂടാ എന്ന് പറയണ നിയമം നിലനിന്ന നാട്ടിൽ കുമാരനാശാൻ ചെയ്ത പരിപാടി ഒരു സവർണ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് അവർണ പുരുഷന്റെ പത്നിയാക്കി മാറ്റി. ഇത് സത്യത്തിലൊരു ചികിത്സയാണ്. വിവേകാനന്ദ സ്വാമി പറഞ്ഞ നിങ്ങൾക്കൊക്കെ വട്ടാണ്, ഈ നാട് മൊത്തം ഭ്രാന്തന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, ഇവരെ ചികിത്സിക്കണം എന്ന് സ്വാമി പറഞ്ഞു. പക്ഷെ ആര് ചികിത്സിക്കും? അതാണ് ചോദ്യം. ഇതാര് ചികിത്സിക്കും? ഏതെങ്കിലും മന്ത്രവാദിക്ക് വന്ന് ചികിത്സിക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് വിളിച്ചിട്ട് മരുന്ന് കൊടുത്ത് ചികിത്സിക്കാൻ പറ്റില്ല. ഈ ചികിത്സ നടത്തണമെങ്കിൽ അതിശക്തമായ മരുന്ന് പ്രയോഗിക്കണം. നമ്മളീ പോലീസൊക്കെ അധികാര കേന്ദ്രങ്ങൾക്കടുത്ത് സമരം ചെയ്യുന്നവർക്ക് നേരെ വെള്ളം ചീറ്റത്തില്ലേ? അതിശക്തമായി വെള്ളം ചീറ്റുന്ന മാതിരി ഈ മനുഷ്യ മനസ്സിലെ ജാതി മാലിന്യങ്ങളെ, മതഭേദ മാലിന്യങ്ങളെ, സാമൂഹികമായ അഴുക്കുകളെ കഴുകിക്കളയാൻ ഔഷധങ്ങൾ പ്രയോഗിക്കണം. ആ പ്രയോഗ ശക്തി കുമാരനാശാൻ ഏറ്റവും തീവ്രമായി നടത്തിയിട്ടുള്ള 2 കൃതികളാണ് ദുരവസ്ഥയും ചണ്ടാല ഭിക്ഷുകിയും. അതിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അതിന് ഫലമുണ്ടായി. കുമാരനാശാൻ എഴുതിയത് കൊണ്ട് ഫലമുണ്ടായി. ആ ഫലമുണ്ടായ കേരളത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഫലമുണ്ടായ കേരളത്തിലെ തണ്ണീരാണ് നമ്മൾ കുടിക്കുന്നത്. ഈ കവിത എഴുതപ്പെട്ടതിൽ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യബോധത്തിനുമേൽ മാനവികതയുടെ മറ്റൊരു ചരിത്രം തന്നെ രചിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ ഓർമ്മയുടെ 100-ാം വർഷം കൂടിയാണ് നമ്മൾ ആചരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പഠന ക്ലാസ്സിൽ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.